ഏവർക്കും നമസ്കാരം. ഞാൻ വിശാഖ് പാവുമ്പ. ഇയർ എൻഡിങ് ചലഞ്ചിൻ്റെ മെൻ്റൽ എബിലിറ്റി പാർട്ടിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പം നമ്മൾ ഇതിന് മുമ്പായിട്ട് തന്നിട്ടുള്ള എല്ലാ യൂട്യൂബ് വീഡിയോസും നിങ്ങൾ തീർച്ചയായിട്ടും കാണുന്നുണ്ടാകും എന്ന് തന്നെ വിചാരിച്ചുകൊണ്ട് നമ്മുടെ മെൻ്റൽ എബിലിറ്റി ഇയർ എൻഡിങ് ചലഞ്ചിൻ്റെ മെൻ്റൽ എബിലിറ്റി പാർട്ടിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ വരാൻ പോകുന്ന LDC പരീക്ഷയെ മുൻനിർത്തിക്കൊണ്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു 10 ടോപ്പിക്കിലെ 10 വെറൈറ്റി ചോദ്യങ്ങളാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. തീർച്ചയായിട്ടും ഇതേ മോഡൽ തന്നെയായിരിക്കും നമ്മുടെ വരാൻ പോകുന്ന LDC പരീക്ഷയിലെ ചോദ്യങ്ങളും. അപ്പം മുൻ വർഷങ്ങളിൽ PSC ചോദിച്ച ചോദ്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ വരാനിരിക്കുന്ന LDC പരീക്ഷയിൽ എങ്ങനെ നമ്മൾ പെർഫോം ചെയ്യണം എന്ന് വിലയിരുത്താൻ വേണ്ടി ഈ 10 ചോദ്യങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. തീർച്ചയായിട്ടും ഇത് കണ്ട് ഈ നോട്ടുകൾ എഴുതി തയ്യാറാക്കി കൂടുതൽ ഉദാഹരണങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നിങ്ങളുടെ റാങ്ക് വർദ്ധിപ്പിക്കുക. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. അപ്പോൾ നമ്മുടെ ചോദ്യങ്ങളിലോട്ട് കിടക്കാം. ആദ്യ ചോദ്യം ഇങ്ങനെയാണ്: ഒരു ക്ലോക്കിൽ സമയം 4 മണി 30 മിനിറ്റ് 20 സെക്കൻഡ് ആകുമ്പോൾ മിനിറ്റ് സെക്കൻഡ് സൂചികൾക്കിടയിലുണ്ടാകുന്ന കോണളവ് എത്ര? നിങ്ങൾക്കറിയാം, മിക്കപ്പോഴും ക്ലോക്ക് എന്ന ടോപ്പിക്കിനകത്ത് നിന്ന് PSC 1 മാർക്ക് നമ്മളോട് ചോദിക്കാറുണ്ട്. ഒഴിച്ചുകൂടാൻ കഴിയാത്തൊരു ടോപ്പിക്ക് തന്നെയാണ് ക്ലോക്ക്. ക്ലോക്കിനകത്തിലെ അത്യാവശ്യം ഇനി വരാൻ പോകുന്ന പരീക്ഷകൾക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡേർഡ് ചോദ്യം തന്നെയാണിത്. ഒരു ക്ലോക്കിൽ സമയം 4 മണി 30 മിനിറ്റ് 20 സെക്കൻഡ് ആകുമ്പോൾ മിനിറ്റ് സെക്കൻഡ് സൂചികൾക്കിടയിൽ ഉണ്ടാകുന്ന കോൺ. നമ്മൾ ഇത്രയും നാളും ചെയ്ത് പഠിച്ചിരിക്കുന്നത് 4 മണി 30 മിനിറ്റ് ആകുമ്പം മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിൽ ഉണ്ടാകുന്ന കോൺ ആയിരുന്നു. എന്നാൽ ഇവിടെ അങ്ങനല്ല. 4 മണി അതായത് മണിക്കൂർ, 30 മിനിറ്റ് 20 സെക്കൻഡ്. ആ സമയത്ത് മിനിറ്റ് സൂചിയും സെക്കൻഡ് സൂചിയും തമ്മിലുണ്ടാക്കുന്ന കോൺ എത്ര എന്നാണ് ചോദിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: ഒരു ക്ലോക്കിൽ സമയം 4 മണി 30 മിനിറ്റ് 20 സെക്കൻഡ് ആകുമ്പോൾ മിനിറ്റ് സൂചിയും സെക്കൻഡ് സൂചിയും തമ്മിലുണ്ടാക്കുന്ന കോണളവ്. അപ്പോൾ ആദ്യം മിനിറ്റ് സൂചിയും സെക്കൻഡ് സൂചിയും തമ്മിലുണ്ടാക്കുന്ന കോണളവ് കണ്ടുപിടിക്കാൻ ആദ്യം ആ മിനിറ്റിൻ്റെയും സെക്കൻഡിൻ്റെയും സ്ഥാനങ്ങൾ അങ്ങോട്ട് എഴുതണം. 30 മിനിറ്റ് എന്ന് പറയുമ്പം നമ്മുടെ മിനിറ്റ് സൂചി ഉറപ്പായിട്ടും 6-ലായിരിക്കും. 20 സെക്കൻഡ് എന്ന് പറയുമ്പം സെക്കൻഡ് സൂചി ഉറപ്പായിട്ടും 4-ലായിരിക്കും. അടുത്ത സ്റ്റെപ്പ്, എഴുതിയ 2 സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എടുക്കണം. 6ഉം 4ഉം തമ്മിലുള്ള വ്യത്യാസം 2. ആ 2നെ നിങ്ങൾ എപ്പോഴും 30 കൊണ്ട് ഗുണിക്കണം. വ്യത്യാസം എത്രയാണോ കിട്ടുന്നത് അതിനെ 30 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 2 × 30 60. അടുത്ത സ്റ്റെപ്പ്, നമ്മുടെ സെക്കൻഡിനെ 10 കൊണ്ട് ഹരിക്കണം. സുഹൃത്തുക്കളെ, 20നെ അതായത് നമ്മുടെ സെക്കൻഡായ 20നെ 10 കൊണ്ട് ഹരിക്കണം. 20നെ 10 കൊണ്ട് ഹരിച്ചാൽ 2 വരും. ശേഷം അവസാന സ്റ്റെപ്പ്, ഈ സ്ഥാനങ്ങളിൽ മിനിറ്റിൻ്റെ സ്ഥാനമാണ് വലുതെങ്കിൽ ഇവരെ തമ്മിൽ കൂട്ടണം. സെക്കൻഡിൻ്റെ സ്ഥാനമാണ് വലുതെങ്കിൽ ഇവരെ തമ്മിൽ കുറയ്ക്കണം. ഇവിടെ മിനിറ്റിൻ്റെ സ്ഥാനമാണ് വലുത്. 60 + 2 നമ്മുടെ ശരി ഉത്തരം 62. ക്ലിയർ ആയി കാണും എന്ന് കരുതുന്നു. ശരി, ഒരു നല്ല ചോദ്യമായിരുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. അടുത്ത ചോദ്യം ഇങ്ങനെ: ഇന്ന് ശനിയാഴ്ചയാണ്. 215 ദിവസങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന ദിവസം ഏത്? നിങ്ങൾക്കറിയാം, ക്ലോക്കിനെ പോലെ തന്നെ അത്യന്താപേക്ഷിതമായ ഒരു ടോപ്പിക്ക് തന്നെയാണ് കലണ്ടർ. കലണ്ടറിനെ നമുക്ക് മാറ്റി നിർത്തിക്കൊണ്ട് ഒരു PSC പരീക്ഷ അപ്രായോഗികമാണ്. അതുകൊണ്ട് തന്നെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യം തന്നെയാണിത്. ഇന്ന് ശനിയാഴ്ചയാണ്. 215 ദിവസങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന ദിവസം ഏത് എന്നാണ് ചോദ്യം. മക്കളെ, ചോദ്യം ഇങ്ങനെ: ഇന്ന് ശനിയാഴ്ചയാണ്. 215 ദിവസങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന ദിവസം. മുൻപുണ്ടായിരുന്ന എന്ന് പറഞ്ഞാൽ ഇന്നേക്ക് 215 ദിവസം പിറകിലോട്ട് പോയാൽ മുൻപുണ്ടായിരുന്ന ദിവസം ഏത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു ചോദ്യം വന്നാൽ നിങ്ങൾ ചെയ്യേണ്ട എത്രയേ ഉള്ളൂ. ഇന്ന് ശനിയാഴ്ചയാണെന്ന് പറയുന്നുണ്ട്. ഇന്ന് ശനിയാഴ്ചയാണ് എങ്കിൽ 215 ദിവസങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന ദിവസം കണ്ടുപിടിക്കണം. നമ്മൾ ചെയ്യേണ്ടത്, അവർ പറയുന്ന സംഖ്യ 215നെ ഒന്നുമില്ല, പറയുന്ന സംഖ്യ 215നെ 7 കൊണ്ട് ഹരിക്കണം. പറയുന്ന സംഖ്യ 215. 215 ദിവസങ്ങൾക്ക് പിറകിലോട്ടാണ് കണ്ടുപിടിക്കണ്ടേ. എങ്കിൽ ആ പറയുന്ന സംഖ്യയെ 7 കൊണ്ട് ഹരിക്കണം. നമുക്കറിയാം, 215നെ 7 കൊണ്ട് ഹരിക്കുമ്പം 3 3 7 21. ശരിയാണോ? അതായത് 37 210 വരും. 37 210. ശിഷ്ടം 5 വരും. 37 210 ശിഷ്ടം 5 വരും. ശരി, നമുക്ക് ചെയ്യേണ്ട ഇതാണ്. ശനിയാഴ്ച, അതായത് ഇന്ന് ശനിയാഴ്ചയാണ് എങ്കിൽ 215 ദിവസങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന ദിവസം ഏത് എന്നാ ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം വന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് പറയുന്ന ദിവസത്തിനെ 7 കൊണ്ട് ഹരിക്കുക. കിട്ടിയ ശിഷ്ടം എത്രയാണോ അത് പറയുന്ന ദിവസം ഏതാണോ അവിടെ നിന്നും കുറയ്ക്കണം.
5 ദിവസം മക്കളെ ശനിയിൽ നിന്നും കുറയ്ക്കണം. കാര്യം മുൻപുണ്ടായിരുന്ന പിറകിലോട്ട് പോയി മുൻപുണ്ടായിരുന്ന ദിവസം കണ്ടുപിടിക്കണ്ടേ. എങ്കിൽ ശനിയിൽ നിന്നും 5 ദിവസം കുറയ്ക്കണം. 5 ദിവസം കുറയ്ക്കണം. അപ്പോൾ ശനിയിൽ നിന്നും 5 ദിവസം കുറയ്ക്കുമ്പം ആദ്യം ഒരു ദിവസം കുറയ്ക്കുമ്പം വെള്ളി, ഒന്നുകൂടെ കുറയ്ക്കുമ്പം വ്യാഴം, ഒന്നുകൂടെ കുറയ്ക്കുമ്പം ബുധൻ, ഒന്നുകൂടെ കുറയ്ക്കുമ്പം ചൊവ്വ, ഒന്നുകൂടെ കുറയ്ക്കുമ്പം തിങ്കൾ. അതായത് ശനിയിൽ നിന്നും 5 ദിവസം കുറച്ചാൽ തിങ്കളെന്ന് വരും. നമ്മുടെ ശരി ഉത്തരം തിങ്കളാണ്. എന്നാൽ കുറച്ച് പേര് ഇങ്ങനെ കുറയ്ക്കാൻ അറിയത്തില്ല, എല്ലാവർക്കും കൂട്ടാൻ മാത്രമേ അറിയത്തുള്ളൂ. നമുക്ക് പിറകിലോട്ട് ചിന്തിക്കാൻ പാടാ, എന്നാൽ മുന്നിലോട്ട് ചിന്തിച്ച് പോകാൻ എളുപ്പമാണ്, ശരിയില്ലയോ? അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ ദിവസം കുറയ്ക്കേണ്ടതായിട്ട് വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു പൊടിക്കൈ ഞാൻ പറഞ്ഞുതരാം. മക്കളെ, ശനിയാഴ്ചയോടൊപ്പം ഒരു 5 ദിവസം കുറയ്ക്കണം, അല്ലെങ്കിൽ ഞായറാഴ്ചയോടൊപ്പം ഒരു 6 ദിവസം കുറയ്ക്കണം, തിങ്കളാഴ്ചയിൽ നിന്നും ഒരു 4 ദിവസം കുറയ്ക്കണം. അങ്ങനെയൊക്കെ കുറയ്ക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ കുറയ്ക്കേണ്ട സംഖ്യ എത്ര ആണോ അത് 7-ൽ നിന്നും അങ്ങ് കുറയ്ക്കണം. മക്കളെ, കുറയ്ക്കേണ്ട സംഖ്യ എത്ര ആണോ അത് 7-ൽ നിന്നും അങ്ങ് കുറയ്ക്കണം. എങ്കിൽ 7-ൽ നിന്നും 5 കുറച്ചാൽ 2 എന്ന് വരും. എങ്കിൽ ആ കിട്ടുന്ന ദിവസം ശനിയാഴ്ചയോടൊപ്പം കൂട്ടി പറഞ്ഞാലും നമ്മൾ നേരത്തെ കുറച്ചതിൻ്റെ സെയിം എഫക്റ്റ് കിട്ടും. ഞാൻ പറഞ്ഞ മനസ്സിലായോ? എടാ, യഥാർത്ഥത്തിൽ ശനിയിൽ നിന്നും 5 കുറയേണ്ടതാണ്. നമുക്ക് കുറച്ച് പിറകിലോട്ട് ചിന്തിക്കാൻ പാടാണ്. അങ്ങനെ പാടുപെടുന്നവർ നിങ്ങൾ ചെയ്യേണ്ടത് ആ 5 എന്നുള്ളത് 7-ൽ നിന്നും കുറയ്ക്കണം. 7-ൽ നിന്നും കുറച്ചാൽ സുഹൃത്തുക്കളെ 2 എന്ന് വരും. അപ്പോൾ ശനിയിൽ നിന്നും 5 കുറയ്ക്കുന്നതിന് പകരം 2 ദിവസം കൂട്ടിയാലും മതി. ഞാൻ കാണിച്ചു തരാം. എടാ, ശനിയോടൊപ്പം 2 ദിവസം കൂട്ടിയാൽ മക്കളെ ഞായർ തിങ്കൾ, നമ്മുടെ ശരി ഉത്തരം തിങ്കൾ. നേരത്തെ 5 ദിവസം കുറച്ചപ്പോഴും ഇപ്പം 2 ദിവസം കൂട്ടിയപ്പോഴും നമ്മുടെ ഉത്തരം തിങ്കൾ തന്നെ. അപ്പോൾ പറ, ഏതാ നല്ലത്? ഉറപ്പായിട്ടും 2 ദിവസം കൂട്ടി പറയുന്നത് നല്ലത്, ശരിയല്ലയോ? ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ നമ്മൾ ചെയ്ത സ്റ്റെപ്പ് എന്തുവാ? പറയുന്ന എടാ, ഇന്ന് ശനിയാഴ്ചയാണ്, 215 ദിവസങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന ദിവസം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ പറയുന്ന സംഖ്യയെ 7 കൊണ്ട് ഹരിക്കണം. കിട്ടുന്ന ശിഷ്ടം പറയുന്ന ദിവസത്തിൽ നിന്നും കുറച്ചെടുക്കണം. കുറയ്ക്കാൻ പാടുള്ളവർ ആ ശിഷ്ടം 7-ൽ നിന്നും കുറയ്ക്കുക. കിട്ടുന്ന സംഖ്യ കൂട്ടി പറഞ്ഞാലും മതി. ക്ലിയർ ആണേ? മനസ്സിലായി കാണും എന്ന് കരുതട്ടെ. എങ്കിൽ ഇതാ നമ്മുടെ അടുത്ത ചോദ്യം. 20 ഇൻറ്റു 8 + 4 × 3 ഡിവൈഡഡ് ബൈ 4 × 4 ഈക്വൽ ടു ഡാഷ്. നിങ്ങൾക്കറിയാം, ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള അടിസ്ഥാന ക്രിയകൾ, അതായത് ബോർഡ് മാസ് എന്ന ടോപ്പിക്കിൽ നിന്നും PSCയുടെ ഒരു മുൻവർഷ ചോദ്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓപ്ഷൻ ഉണ്ട് 48, 60, 1, 0. അപ്പം ഞാൻ ചോദ്യം ഒന്ന് എടുത്തെഴുതാം. ചോദ്യം ഇങ്ങനെയാണ്: 20 മൈനസ് ബ്രാക്കറ്റിൽ വീണ്ടും അകത്ത് വേറൊരു ബ്രാക്കറ്റ് 8 + 4 × 3 ഒരു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് ഡിവൈഡഡ് ബൈ 4 × 4 അടുത്ത ബ്രാക്കറ്റും ക്ലോസ് ചെയ്ത് ഈക്വൽ ടു ഡാഷ് എന്നാണ് ചോദിക്കുന്നത്. നമുക്കറിയാമല്ലോ നമ്മുടെ ടോപ്പിക് ഏതാ? ബോർഡ് മാസ് എന്നതാണ് നമ്മുടെ ടോപ്പിക്ക്. അപ്പം ബോർഡ് മാസ് പ്രകാരം നമുക്കറിയാം ഏറ്റവും ആദ്യം ചെയ്യേണ്ട ക്രിയ ഏതാ? ബി മീൻസ് ബ്രാക്കറ്റ്. ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ബ്രാക്കറ്റാണ്. അപ്പോൾ നമ്മൾ ബ്രാക്കറ്റ് ഒറ്റ നോട്ടത്തിൽ തന്നെ കാണാൻ പറ്റും. മക്കളെ, 2 ബ്രാക്കറ്റ് കിടപ്പുണ്ട്. അപ്പോൾ ബ്രാക്കറ്റിനുള്ളിൽ കിടക്കുന്ന ഈ ബ്രാക്കറ്റാണ് നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. ബ്രാക്കറ്റ് തന്നെ വരുമ്പം ബ്രാക്കറ്റിനുള്ളിലെ ബ്രാക്കറ്റാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ശരി, ആ ബ്രാക്കറ്റ് ചെയ്യുമ്പം ആ ബ്രാക്കറ്റിനുള്ളിൽ മക്കളെ 2 ക്രിയ കിടപ്പുണ്ട്. 8 + 4 × 3. അപ്പോൾ അങ്ങനെ 2 ക്രിയ വരുമ്പം വീണ്ടും ഇതേ ഓർഡർ തന്നെ നോക്കണം. ബ്രാക്കറ്റിനുള്ളിൽ ഓഫ് എന്ന വാക്കില്ല. ഡിവിഷൻ ഉണ്ടോ? ഇല്ല, ഡിവിഷൻ ഇല്ല. മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടോ? ഉണ്ട്. അപ്പോൾ ആദ്യം ബ്രാക്കറ്റിനുള്ളിലെ ബ്രാക്കറ്റിൽ ഇത് ചെയ്യേണ്ടത് ആദ്യം 4 × 3. അപ്പോൾ നമുക്കറിയാം 4 × 3 12. മക്കളെ, 4 × 3 12. പ്ലസ് ഇവിടോട്ടൊരു 8 ഉണ്ട്. ഓക്കെ ആണോ? +8 ഉണ്ട്. അപ്പോൾ 4 × 3 12. 12 + 8 ഇത് മൊത്തത്തിൽ 20 എന്ന് വരും. അപ്പോൾ മക്കളെ, ആദ്യം ഇത് 4 × 3 ഇത് 12. 12നോട് 8 കൂട്ടിയാൽ 20 എന്ന് വരും. അപ്പോൾ ആ ബ്രാക്കറ്റ് മൊത്തം നമ്മൾ സോൾവ് ചെയ്തപ്പം 20 എന്ന് വരും. ശേഷം ഈ വലിയ ബ്രാക്കറ്റ് വെളിയിലുണ്ട്. ഈ ബ്രാക്കറ്റ് കഴിഞ്ഞാൽ ബാക്കി നോക്കി, ഡിവിഷൻ 4 × 4 ബ്രാക്കറ്റ് ക്ലോസ്, ഏറ്റവും അവസാനം ഇവിടെ 20. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവനെ മാത്രം ചെയ്തപ്പോഴാണ് 20 എന്ന് കിട്ടിയത്. ഓക്കെ, ശേഷം അപ്പുറത്തോട്ട് ഡിവൈഡഡ് ബൈ 4 × 4 ഇടത്തോട്ട് 20 മൈനസ് എന്ന് പറഞ്ഞ കിടപ്പുണ്ട്. അപ്പോൾ ഞാനൊന്ന് മാറ്റി എഴുതി, വീണ്ടും എക്സ്പ്രഷനെ ഒന്നുകൂടെ ചെറുതാക്കി എഴുതി. അപ്പോൾ വീണ്ടും ബ്രാക്കറ്റ് തന്നെ ഉണ്ട്. ഇനി വേറൊരു ബ്രാക്കറ്റ് കിടപ്പുണ്ട്. ഇനി ഈ ബ്രാക്കറ്റിനകത്തിൽ ഒരു 2 ക്രിയയും കിടപ്പുണ്ട്. ഏറ്റവും ആദ്യം ആരെ ചെയ്യണം എന്ന് ചോദിച്ചാൽ ബ്രാക്കറ്റിനുള്ളിൽ വീണ്ടും കിടക്കുന്ന ഓഫ് ഉണ്ടോ? ഇല്ല.
അടുത്ത ഡി, ഡിവിഷൻ ഉണ്ടോ? ഉണ്ട്. ദാ ഇവിടെ ഡിവിഷൻ കിടപ്പുണ്ട്. 20/4 എന്നൊരു സാധനം കിടപ്പുണ്ട്. 20/4 ദാ ഡിവിഷൻ കിടപ്പുണ്ട്. അപ്പോൾ നമുക്കറിയാം ആദ്യം 20/4 ചെയ്യണം. 20നെ 4 കൊണ്ട് ഹരിച്ചാൽ നമുക്കറിയാം 5. അപ്പോൾ ഇത്രയും ഭാഗത്ത് 5 എന്ന് വരും. 5 × 4. ഇവിടെ ഇത്രയും സാധനം മാറി അവിടെ 5 വരും. 5 × 4 20 വരും. അപ്പോൾ ഈ ബ്രാക്കറ്റ് ഫുള്ള് ചെയ്യുമ്പം സുഹൃത്തുക്കളെ 20 വരും. 20 ഓക്കെ ആണോ? ദാ ഇതിൻ്റെ ഇപ്പുറത്ത് ആ ബ്രാക്കറ്റ് ഫുള്ള് ചെയ്തപ്പോൾ 20 വന്ന് ഇപ്പുറത്തും ദാ ഒരു 20. 20 - 20 എന്ന് പറഞ്ഞാൽ 0 എന്ന് വരും. നമ്മുടെ ശരി ഉത്തരം 0. അതായത് ഈ കാണിച്ചിരിക്കുന്ന വലിയ എക്സ്പ്രഷൻ്റെ ഫൈനൽ റിസൾട്ട് എന്ന് പറഞ്ഞാൽ 0. ഓപ്ഷൻ ഡി 0 നമ്മുടെ ശരി ഉത്തരം. മനസ്സിലായി കാണും എന്ന് കരുതുന്നു. ബോർഡ് മാസ് എന്ന അടിസ്ഥാന റൂൾ അറിയാവുന്ന എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്നൊരു ചോദ്യം തന്നെയാണിത്. അപ്പം വരുന്ന LDC ലെവൽ പരീക്ഷകൾക്കും നമുക്ക് ഈ ഒരു ചോദ്യങ്ങൾ തന്നെ പ്രതീക്ഷിക്കാം. ഓക്കെ, അത്യാവശ്യം എല്ലാ കാര്യങ്ങളും വന്നിട്ടുണ്ട്. മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതിക്കൊണ്ട് നമ്മുടെ 4ാമത്തെ ചോദ്യത്തിലോട്ട്. ഒരാൾ 20 മീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ച ശേഷം ഇടത്തോട്ട് തിരിഞ്ഞ് 15 മീറ്റർ സഞ്ചരിക്കുന്നു. അതിനുശേഷം വലത്തേക്ക് തിരിഞ്ഞ് 25 മീറ്റർ സഞ്ചരിക്കുന്നു. വീണ്ടും വലത്തേക്ക് തിരിഞ്ഞ് 15 മീറ്റർ സഞ്ചരിക്കുന്നു. എങ്കിൽ യാത്ര തുടങ്ങിയ സ്ഥലത്ത് നിന്നും എത്ര അകലത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്? ഓപ്ഷൻ ഉണ്ട് 45, 40, 35, 5. ഓക്കെ, നമുക്കറിയാം ദിശാവബോധം അല്ലെങ്കിൽ ഡയറക്ഷൻ എന്ന ടോപ്പിക്കിനെ സംബന്ധിക്കുന്ന ചോദ്യമാണ്. അപ്പം മെൻ്റൽ എബിലിറ്റി പാർട്ടിനകത്തിലെ അത്യാവശ്യം ഒരു കൊള്ളാവുന്ന ഒരു ടോപ്പിക്ക് തന്നെയാണ് ദിശാബോധം. വരച്ച് നോക്കിയൊക്കെ ഉത്തരം ചെയ്യേണ്ട ടോപ്പിക്കാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളൊരു ചോദ്യമാണ് ദാ നിങ്ങൾക്കായി ഇത്തവണയും കൊണ്ടുവന്നിരിക്കുന്നത്. ഒരാൾ 20 മീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ച ശേഷം ഇടത്തോട്ട് തിരിഞ്ഞ് 15 മീറ്റർ സഞ്ചരിക്കുന്നു. അതിനുശേഷം വലത്തേക്ക് തിരിഞ്ഞ് 25 മീറ്റർ സഞ്ചരിക്കുന്നു. വീണ്ടും വലത്തേക്ക് തിരിഞ്ഞ് 15 മീറ്റർ സഞ്ചരിക്കുന്നു. എങ്കിൽ തുടക്ക സ്ഥാനവും ദാ ഇപ്പോഴത്തെ ഒടുക്ക സ്ഥാനവും തമ്മിലുള്ള അകലം എത്ര എന്നാ ചോദിക്കുന്നത്. അപ്പോൾ ഞാനൊന്ന് മാറ്റി വരയ്ക്കുക. നമുക്കറിയാം ഡയറക്ഷൻ എന്നൊരു ടോപ്പിക്ക് കണ്ടാൽ ആദ്യം നിങ്ങൾ തീർച്ചയായിട്ടും ആ 4 ഡയറക്ഷനും അങ്ങ് അടയാളപ്പെടുത്തി വെക്കണം. നമുക്കറിയാമല്ലോ, ഒരു ക്രോസ് വരച്ച് ഒരു കുരിശ് വരച്ചിട്ട് താഴെ നമ്മൾ സൗത്ത് എന്ന്, മുകളിൽ നോർത്ത്, വലതുവശം ഈസ്റ്റ് കിഴക്ക്, ഇടതുവശം പടിഞ്ഞാറ്, തെക്ക് താഴെ തെക്ക്, മുകളിൽ വടക്ക്, വലതുവശം കിഴക്ക്, ഇടതുവശം പടിഞ്ഞാറ്. അപ്പം ഇത് വരച്ച് വെച്ച് ഇനി നമുക്ക് അയാൾ പോയ ഓരോ ഡയറക്ഷൻ ഒന്ന് മാർക്ക് ചെയ്യാം. ആദ്യം 20 മീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ച്, മകളെ ഞാൻ ആദ്യം അത് മാത്രം എഴുതുവാണേ. 20 മീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ച ശേഷം നോക്കാം. 20 മീറ്റർ കിഴക്കോട്ട് ഇവിടെ നിന്നാണ് യാത്ര പുറപ്പെടുന്നത് എന്നിരിക്കട്ടെ. ഇവിടെ നിന്നാണ് യാത്ര പുറപ്പെടുന്നത് എങ്കിൽ 20 മീറ്റർ കിഴക്കോട്ട്, നമുക്കറിയാം കിഴക്കോട്ടെന്ന് പറഞ്ഞാൽ വലത്തോട്ട്. ഇവിടെ നിന്നും 20 മീറ്റർ മകളെ കിഴക്കോട്ട്, ഇവിടെ നിന്നാണ് യാത്ര പുറപ്പെട്ടത്. 20 മീറ്റർ കിഴക്കോട്ട്. ഓക്കെ ആണോ? 20 മീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ച് ഇനി എന്താ നോക്കുക. സഞ്ചരിച്ച ശേഷം ഇടത്തോട്ട് തിരിഞ്ഞ് 15 മീറ്റർ സഞ്ചരിക്കുന്നു. ഇടത്തോട്ട് തിരിഞ്ഞ് 15 മീറ്റർ സഞ്ചരിക്കുന്നു. നോക്കാം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് സഞ്ചരിച്ച ആളുടെ ഇടത്തോട്ടെന്ന് പറഞ്ഞാൽ മുകളിലോട്ട്, മകളെ വടക്കോട്ട്. ഇവിടുന്ന് അങ്ങോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ ഇടതുവശം എന്ന് പറഞ്ഞാൽ വടക്കോട്ട്, അതായത് ഇങ്ങോട്ട്, ശരിയാണ്, മുകളിലോട്ട് അങ്ങോട്ട് തിരിഞ്ഞ് 15 മീറ്ററാണ് സഞ്ചരിച്ചത്. 15 മീറ്റർ. ഓക്കെ, 15 മീറ്റർ സഞ്ചരിക്കുന്നു. വീണ്ടും നോക്കാം. അതിനുശേഷം വലത്തേക്ക് തിരിഞ്ഞ് 25 മീറ്റർ സഞ്ചരിക്കുന്നു. അതിനുശേഷം വലത്തേക്ക് തിരിഞ്ഞ് 25 മീറ്റർ സഞ്ചരിക്കുന്നു. നോക്കാം. ഇവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞ് മുകളിലോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ വലതുവശം എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് തിരിഞ്ഞ് 25 മീറ്റർ സഞ്ചരിക്കുന്നു. 25 മീറ്റർ സഞ്ചരിക്കുന്നു. ഓക്കെ, വീണ്ടും വലത്തേക്ക് തിരിഞ്ഞ് 15 മീറ്റർ സഞ്ചരിക്കുന്നു. വീണ്ടും വലത്തേക്ക് തിരിഞ്ഞ് 15 മീറ്റർ. നോക്കാം. അങ്ങോട്ട് സഞ്ചരിച്ച ഒരാളുടെ വലത്തോട്ടെന്ന് പറഞ്ഞാൽ താഴോട്ട്, മകളെ താഴോട്ട് ഇങ്ങോട്ട് 15 മീറ്റർ സഞ്ചരിക്കുന്നു. 15 മീറ്റർ എന്ന് പറഞ്ഞാൽ ഇത് 15 മീറ്ററാണ്. അപ്പോൾ ഏകദേശം ഇതേ നീളം തന്നെ ആയിരിക്കണം. ശരി, 15 മീറ്റർ വലത്തോട്ട് തിരിഞ്ഞ് സഞ്ചരിക്കുന്നു. എങ്കിൽ നമ്മുടെ ചോദ്യം എന്തുവാ? വീണ്ടും വലത്തോട്ട് തിരിഞ്ഞ് 15 മീറ്റർ സഞ്ചരിക്കുന്നു. എങ്കിൽ യാത്ര തുടങ്ങിയ സ്ഥലത്ത് നിന്നും എത്ര അകലത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്? നമുക്കറിയാം യാത്ര തുടങ്ങിയത് ഇവിടെ നിന്നുമാണ്. യാത്ര തുടങ്ങിയത് അവിടെ നിന്നുമാണ്. ശരിയാണോ? ഇവിടെ നിന്നുമാണ് യാത്ര തുടങ്ങിയത്. യാത്ര അവസാനിപ്പിച്ചത് ഇവിടെയാണ്. എങ്കിൽ യാത്ര തുടങ്ങിയ ഈ സ്ഥലത്ത് നിന്നും യാത്ര അവസാനിപ്പിച്ചത് ഈ സ്ഥലത്തിലോട്ടുള്ള ദൂരം എത്ര എന്നാണ് നമ്മുടെ ചോദ്യം. അതായത് ഈ സ്ട്രെയിറ്റ് ലൈനിൻ്റെ നീളം കണ്ടുപിടിക്കുക. ഈ സ്ട്രെയിറ്റ് ലൈനിൻ്റെ നീളം കണ്ടുപിടിക്കുക എന്നതാണ് നമ്മുടെ ചോദ്യം.
നമുക്കറിയാം ഇവിടം വരെ 20 മീറ്ററാണ്. ഇവിടെ 25 മീറ്റർ ആയതുകൊണ്ട് ഇവിടെയും ഉറപ്പായിട്ട് 25 മീറ്റർ ആയിരിക്കും. എങ്കിൽ ഈ ഫുള്ള് ലൈനിൻ്റെ നീളം 20 പ്ലസ് 25 എന്ന് പറഞ്ഞാൽ 45 മീറ്റർ. നമ്മുടെ അവൻ തുടങ്ങിയ സ്ഥലത്ത് നിന്നും യാത്ര അവസാനിപ്പിച്ച സ്ഥലത്തിലോട്ടുള്ള ദൂരം 45 മീറ്റർ ആണ്. മനസ്സിലായി കാണും എന്ന് കരുതട്ടെ. ശരി, എങ്കിൽ നമ്മുടെ ശരിയായ ഉത്തരം ഓപ്ഷൻ എ 45 മീറ്റർ ആണ്. ശരിയായ ഉത്തരം 45 മീറ്റർ. ഓക്കെ, ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. കിട്ടിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. അടുത്ത ചോദ്യം, ഒരു സ്ത്രീയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബാബു പറഞ്ഞു, എൻ്റെ അമ്മയുടെ മകളുടെ അച്ഛൻ്റെ സഹോദരിയാണ് അവർ. ആ സ്ത്രീ ബാബുവിൻ്റെ ആരാണ്? ഓപ്ഷൻ ഉണ്ട്: സഹോദരി, മരുമകൾ, അമ്മായി, അമ്മ. ചോദ്യം ഒരിക്കൽ കൂടെ. ഒരു സ്ത്രീയെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ബാബു പറഞ്ഞു, അവൾ, അതായത് ആ സ്ത്രീ, എൻ്റെ അമ്മയുടെ മകളുടെ അച്ഛൻ്റെ സഹോദരിയാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ബാബു ആണ് പറഞ്ഞത്, ബാബു ആണ് പറയുന്നത്, ശരിയാണോ? ബാബു പറയുന്നത് ഇങ്ങനെയാണ്: അവർ, ആ സ്ത്രീ, എൻ്റെ അമ്മയുടെ എന്ന് പറഞ്ഞാൽ ബാബുവിൻ്റെ അമ്മ. നോക്കണേ, ബാബുവിൻ്റെ അമ്മയുടെ മകളുടെ, ബാബുവിൻ്റെ അമ്മയുടെ മകൾ എന്ന് പറഞ്ഞാൽ, ബാബുവിൻ്റെ അമ്മയുടെ മകൾ എന്ന് പറഞ്ഞാൽ ആരാ? ബാബുവിൻ്റെ അമ്മയുടെ മകൾ എന്നാൽ ബാബുവിൻ്റെ സഹോദരി എന്ന, ശരിയല്ലയോ? എടാ, ബാബുവിൻ്റെ അമ്മയുടെ മകൾ എന്ന് പറഞ്ഞാൽ ബാബുവിൻ്റെ സഹോദരി, ശരിയാണോ? ബാബുവിൻ്റെ സഹോദരി, എൻ്റെ അമ്മയുടെ മകളുടെ അച്ഛൻ്റെ, അതായത് ഈ മകളുടെ അച്ഛൻ. മകളെ, ഈ മകളുടെ അച്ഛൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ മനസ്സിലായി, ഈ മകൾ എന്നത് ബാബുവിൻ്റെ സഹോദരിയാണ്. ആ സഹോദരിയുടെ അച്ഛൻ എന്ന് പറഞ്ഞാൽ ബാബുവിൻ്റെയും അച്ഛനാ, ശരിയാണോ? ഒന്നുകൂടെ, അമ്മയുടെ, അതായത് ആ സ്ത്രീയെ ചൂണ്ടിക്കാണ്ടി ബാബു പറഞ്ഞാണ്, ആ സ്ത്രീ എൻ്റെ അമ്മയുടെ മകളുടെ, എൻ്റെ അമ്മയുടെ മകൾ എന്ന് പറഞ്ഞാൽ ബാബുവിൻ്റെ സഹോദരി, മകളുടെ അച്ഛൻ എന്ന് പറഞ്ഞാൽ ബാബുവിൻ്റെയും അച്ഛൻ, എൻ്റെ ആ അച്ഛൻ്റെ സഹോദരിയാണ്. ഈ അച്ഛൻ്റെ സഹോദരിയാണ് ആ പറയുന്ന സ്ത്രീ, ശരിയാണോ? എന്ന് പറഞ്ഞാൽ സ്വന്തം അച്ഛൻ്റെ പെങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ സ്വന്തം അച്ഛൻ്റെ സഹോദരിയെക്കുറിച്ചാണ് ബാബു ആ ചൂണ്ടിക്കാട്ടി പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ബാബുവിൻ്റെ ആരാ? അമ്മായി. നമ്മുടെ ശരി ഉത്തരം അമ്മായി. അതായത് ബാബുവിൻ്റെ അമ്മായിയെക്കുറിച്ചാണ് ബാബു ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പറഞ്ഞത്. മനസ്സിലായിട്ടുണ്ടോ എന്ന് കരുതുന്നു. വേഗത്തിൽ ഒന്നുകൂടെ. ബാബു പറഞ്ഞിങ്ങനെയാണ്: എൻ്റെ അമ്മയുടെ മകളുടെ എന്ന് പറഞ്ഞാൽ ബാബുവിൻ്റെ അമ്മയുടെ മകളെന്ന് പറഞ്ഞാൽ ബാബുവിൻ്റെ സഹോദരി, മകളുടെ അച്ഛൻ്റെ, ആ മകളുടെ അച്ഛൻ എന്ന് പറഞ്ഞാൽ ബാബുവിൻ്റെ അച്ഛൻ, എങ്കിൽ ബാബുവിൻ്റെ അച്ഛൻ്റെ സഹോദരി എന്ന് പറഞ്ഞാൽ സ്വന്തം അച്ഛൻ്റെ സഹോദരി, വിച്ച് മീൻസ് അമ്മായി. ശരി ഉത്തരം ഓപ്ഷൻ സി, അമ്മായി ആണ്. മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. നമ്മൾ ഇത്തരത്തിലുള്ള കൂടുതൽ ക്ലാസ്സുകൾ എൻട്രി ആപ്പിൽ കൃത്യമായിട്ട് കുറേയധികം പരീക്ഷകളെ വിശകലനം ചെയ്തുകൊണ്ട് നമ്മൾ ചോദ്യങ്ങൾ വലിയൊരു ചോദ്യാവലി തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പം അതെല്ലാം കണ്ടിട്ടുണ്ടാകും എന്നുള്ള ധാരണയിൽ തന്നെയാണ് നമ്മൾ വേഗത്തിൽ പറഞ്ഞു പോയത്. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. അടുത്ത ചോദ്യം, ഒരു ക്ലാസ്സിലെ 100 കുട്ടികളുള്ള ഒരു വരിയിൽ എ മുൻപിൽ നിന്നും 35-മതും ബി പിന്നിൽ നിന്നും 85-മതുമാണ്. അവർക്കിടയിൽ എത്ര കുട്ടികളുണ്ട്? നമുക്കറിയാം, ക്ലോക്ക്, കലണ്ടർ എന്നീ ടോപ്പിക്കുകൾക്ക് ശേഷം PSC LDC ലെവലിൽ ചോദിക്കുന്ന ഒരു നല്ല മെൻ്റബിലിറ്റി പാർട്ടാണ് സ്ഥാനനിർണയം എന്നൊരു ചോദ്യം വരാതിരിക്കുന്ന പരീക്ഷകൾ വളരെ വിരളമാണ്. അതുകൊണ്ട് തന്നെ അത്യധികം പ്രാധാന്യമുള്ളൊരു ചോദ്യമാണ്, അല്ലെങ്കിൽ ഒരു ടോപ്പിക്ക് തന്നെയാണ് വരിയും നിരയും അല്ലെങ്കിൽ സ്ഥാനനിർണയം എന്നാദ്യം മനസ്സിലാക്കുക. ശേഷം നോക്കി ചോദ്യം ഇങ്ങനെ: ഒരു ക്ലാസ്സിലെ 100 കുട്ടികളുള്ള ഒരു വരിയിൽ, മക്കളെ 100 കുട്ടികളെ ഒരു വരിയിൽ ക്രമീകരിച്ചിരിക്കുക. അതിൽ എ എന്ന് പറയുന്നവൻ മുൻപിൽ നിന്നും 35-മതും, ഓക്കെ. അതുപോലെ ബി എവിടുന്ന? പിന്നിൽ നിന്നും 85-മതുമാണ്. അവർക്കിടയിൽ എത്ര കുട്ടികളുണ്ടെന്നാണ് ചോദിക്കുന്നത്. അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, 2 പേർക്കിടയിലെ ആളുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ ഒരു വരിയിൽ ആകെ ആളുകളുടെ എണ്ണം തരും,
അതുപോലെ എന്താ, രണ്ടുപേരുടെ, ഒരുത്തൻ്റെ മുന്നിൽ നിന്നും ഒരുത്തൻ്റെ പിന്നിൽ നിന്നും, അല്ലെങ്കിൽ ഒരുത്തൻ്റെ മുകളിൽ നിന്നും, ഒരു സ്ഥാനത്തിൽ മുകളിൽ നിന്നും താഴെ നിന്നും സ്ഥാനങ്ങൾ തരും. ഓക്കെ, അല്ലെങ്കിൽ ഇടത്തു നിന്നും വലത്തു നിന്നുള്ള സ്ഥാനങ്ങൾ തരും. അവർക്കിടയിൽ എത്ര പേരുണ്ടെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം വന്നാൽ നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത് അവിടുത്തെ ആകെ എണ്ണം മക്കളെ, ആകെ എണ്ണം 100 ആകെ എണ്ണം മൈനസ് രണ്ടുപേർക്കിടയിലെ ആളുകളുടെ എണ്ണം എപ്പോൾ കാണേണ്ടി വന്നാലും ആകെ എണ്ണം മൈനസ് സ്ഥാനങ്ങളുടെ തുക. ആകെ എണ്ണം മക്കളെ, എണ്ണം മൈനസ് സ്ഥാനങ്ങളുടെ തുക, എണ്ണം മൈനസ് സ്ഥാനങ്ങളുടെ തുക. എങ്കിൽ സ്ഥാനങ്ങൾ ഏതൊക്കെയാ? ഒരുത്തൻ്റെ സ്ഥാനം മുന്നിൽ നിന്നും 35, ഒരുത്തൻ്റെ സ്ഥാനം പിന്നിൽ നിന്ന് 85. എങ്കിൽ സ്ഥാനങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ 35 + 85. അപ്പം മൊത്തം 100 പേരടങ്ങുന്ന ഒരു വരി, മൊത്തം 100 പേരടങ്ങുന്ന വരിയിൽ രണ്ടുപേരുടെയും കൂടെ സ്ഥാനങ്ങളുടെ തുക എടുത്താൽ 35 - 85, 120 വരും. ശരിയാണോ? 35 85 കൂട്ടിയാൽ 120 വരും. അപ്പോൾ നമുക്കറിയാം 100 - 120 കുറയ്ക്കാൻ പറ്റത്തില്ല, തിരിച്ചു കുറയ്ക്കണം. തിരിച്ചു കുറയ്ക്കേണ്ടി വരുമ്പോൾ 120 - 100 20 വരും. 20 യഥാർത്ഥത്തിൽ ചിഹ്നം മൈനസാണ് വരേണ്ടത്. പിന്നെ നമ്മൾ ഒരിക്കലും രണ്ടുപേർക്കിടയിലെ ആളുകളുടെ എണ്ണമൊന്നും മൈനസിൽ പറയത്തില്ല, അതുകൊണ്ട് 20 വരും. അപ്പോൾ കുറച്ച് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടായി കാണും, ഓപ്ഷനിൽ എങ്ങും തന്നെ 20 ഇല്ലല്ലോ എന്ന്. ഇല്ല, 20 ഇല്ല. എന്തുകൊണ്ടാണ് ഇല്ലാത്തത് എന്ന് ചോദിച്ചാൽ, മക്കളെ, രണ്ടുപേർക്കിടയിലെ ആളുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ എപ്പോഴും നിങ്ങൾ ഈ ഒരു സൂത്രവാക്യം ഓർത്തു വെക്കുക. എണ്ണം മൈനസ് സ്ഥാനങ്ങളുടെ തുക. എന്താ? എണ്ണം മൈനസ് സ്ഥാനങ്ങളുടെ തുക. ഒന്നുകൂടെ, എണ്ണം മൈനസ് സ്ഥാനങ്ങളുടെ തുക. അവസാനമായിട്ട് ഒന്നുകൂടെ പറ, എണ്ണം മൈനസ് സ്ഥാനങ്ങളുടെ തുക. ശരി, ഇങ്ങനെ ചെയ്യുന്ന അവസ്ഥയിൽ എപ്പോഴെങ്കിലും മൈനസ് വരുന്ന സന്ദർഭം ഉണ്ടായാൽ, എന്ന് പറഞ്ഞാൽ സ്ഥാനങ്ങളുടെ തുക വലുതായിരിക്കണം, അപ്പോഴെല്ലാം മൈനസ് വരത്തുള്ളൂ. എടാ, ഈ സംഖ്യ, അതായത് സ്ഥാനങ്ങളുടെ തുക വലുതായിട്ട് വന്നാൽ, അതായത് മൈനസ് വരുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ, നിങ്ങൾ ചെയ്യേണ്ടത് അവസാനം കിട്ടിയ ഉത്തരത്തിൽ നിന്നും ഒരു 2 കൂടെ കുറയ്ക്കണം. നമ്മുടെ റൈറ്റ് ആൻസർ 18 എന്നുള്ളതാണ്. എന്നാൽ മൈനസ് വരാത്ത സാഹചര്യം ആയിരുന്നെങ്കിൽ, പോസിറ്റീവ് നമ്പർ വരുന്നതായിരുന്നെങ്കിൽ നിങ്ങളൊന്നും ചെയ്യാൻ പോകണ്ട, ഇവിടെ കിട്ടിയ സംഖ്യ തന്നെയായിരുന്നു ഉത്തരം. എന്നാൽ ഇവിടെ എന്താ, സ്ഥാനങ്ങളുടെ തുകയാണ് വലുത്, അതായത് എണ്ണത്തേക്കാൾ കൂടുതലാണ് സ്ഥാനങ്ങളുടെ തുക. അങ്ങനെയെങ്കിൽ ഇവിടെ നിന്നും ഒരു 2 കൂടെ എക്സ്ട്രാ കുറയ്ക്കണം. 20 - 2 18. നമ്മുടെ ശരി ഉത്തരം 18 ആണ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം എന്ന് നിസ്സംശയം പറയാം. മനസ്സിലായോ? എളുപ്പമില്ലയോ? അപ്പോൾ ചെയ്യേണ്ടത് എന്തുവാ? രണ്ടുപേർക്കിടയിലെ ആളുകളുടെ എണ്ണം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? എണ്ണം മൈനസ് സ്ഥാനങ്ങളുടെ തുക. പറ, എണ്ണം മൈനസ് സ്ഥാനങ്ങളുടെ തുക. ഇനി എപ്പോഴെങ്കിലും സ്ഥാനങ്ങളുടെ തുക വലുതായിട്ട് വന്നാൽ, എണ്ണത്തേക്കാൾ കൂടുതലായിട്ട് വന്നാൽ, ഉറപ്പായിട്ടും ആ കിട്ടിയ സംഖ്യയിൽ നിന്നും 2 കൂടെ കുറയ്ക്കണം. 2 കൂടെ കുറയ്ക്കണം. മനസ്സിലായോ? അടുത്ത ചോദ്യം പറയട്ടെ. ദാ നോക്ക്, 6.21, 5.32, 4.43 ഡാഷ്. ഓപ്ഷൻ ഉണ്ട് 2.54, 3.34, 5.54, 3.54. അപ്പം നിങ്ങൾക്കറിയാം, ശ്രേണികൾ മിക്കപ്പോഴും പരീക്ഷാ ഹാളിൽ പലരെയും കുഴപ്പിക്കുന്നൊരു ചോദ്യം, അല്ലെങ്കിൽ പലർക്കും കീറാമുട്ടിയായിട്ട് നിൽക്കുന്ന ഒരു ഭാഗം ഒരുപക്ഷെ കണക്കല്ല, മെൻ്റൽ എബിലിറ്റിയിലെ ഇത്തരം ചോദ്യങ്ങളാണ്. അതായത് ശ്രേണികൾ. പലരും പരീക്ഷാ ഹാളിൽ ഉത്തരം കണ്ടെത്താൻ വിഷമിക്കുന്ന, അല്ലെങ്കിൽ പരീക്ഷാ ഹാളിന് വെളിയിലിറങ്ങിയതിന് ശേഷം മാത്രം ചർച്ച ചെയ്ത് ഉത്തരം കണ്ടുപിടിക്കുന്ന ഒരു ടോപ്പിക്ക് തന്നെയാണ് എന്താ, ശ്രേണികൾ സീരീസ്. അപ്പം ശ്രേണികൾക്കകത്തിലെ മുൻ വർഷത്തിൽ ചോദിച്ച ഒരു LDC ലെവൽ ചോദ്യമാണിത്. ഇത് അത്യാവശ്യം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു ചോദ്യമാണ്. മക്കളെ, 6.21, 5.32, 4.43 ഡാഷ്. നമുക്ക് നോക്കാം. ഇത് എന്തായാലും കുറഞ്ഞു വരിക. 6.21 കുറവാണ് 5.32, അതിനേക്കാൾ കുറവാണ് 4.43. എങ്കിൽ കുറഞ്ഞു വരുന്ന സംഖ്യകൾക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന് ആദ്യം നമുക്ക് കണ്ടുപിടിക്കാം. അതിന് എത്ര വെച്ചാണ് കുറയുന്നത് എന്ന് കണ്ടുപിടിക്കാൻ ഇവിടുന്ന് എന്ത് കുറഞ്ഞാലാണ് ഇത് കിട്ടുക? എടാ, 6.21 നിന്നും എന്ത് കുറച്ചാലാണ് 5.32 കിട്ടുക എന്ന് കണ്ടുപിടിക്കാൻ 6.21 5.32 കുറച്ചാൽ മതി. എങ്ങനാ നോക്ക്, 6.21 നിന്നും 5.32 കുറച്ചാൽ മതി. 5.32 കുറയ്ക്കണം. ശരി, അങ്ങനെ കുറയ്ക്കുമ്പം നമുക്കറിയാം വലത്തേറ്റത്തെ 1 - 2 പോകത്തില്ല. കടമെടുത്ത് ഇപ്പുറത്തെ 2 - 1 കടമെടുത്തപ്പം 11 ആയി.
11 മക്കളെ 2 പോയാൽ 11 2 പോയാൽ 9. ഇവിടെ പിന്നെ ഒന്നേ ഉള്ളു. ഈ 2ൻ്റെ സ്ഥാനത്ത് പിന്നെ ഒന്നേ ഉള്ളു. ഇതാ ഇവിടെ നിന്ന് അങ്ങോട്ട് കടവെടുക്കണം. ഈ 6 നിന്ന് കടവെടുക്കുമ്പം മക്കളെ ഇവിടെ ഒന്നുണ്ടായിരുന്നേ, 1 കടവെടുത്തപ്പം അവിടെയും 11 ശരിയാണോ? 11 3 പോയാൽ 11 3 പോയാൽ 8 വരും. 8 11 3 പോയാൽ 8 വരും. ശരി, ഇവിടെ പിന്നെ പോയിന്റ് ഉണ്ട്. പിന്നെ ഇവിടെ 5 ഉള്ളൂ. 5 5 പോയാൽ 0 എന്ന് പറഞ്ഞാൽ 0.89 വരും. അപ്പോൾ മനസ്സിലായി, ഇവിടുന്ന് ഇതാ ഇങ്ങോട്ട് കുറഞ്ഞിരിക്കുന്നത് എത്രയാ? അങ്ങോട്ട് കുറഞ്ഞിരിക്കുന്നത് 0.89. 0.89. ശരി, ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് കുറഞ്ഞിരിക്കുന്ന ആരെയെന്ന് കണ്ടുപിടിക്കാം. അതിന് വീണ്ടും 4.43 നിന്നും 5.32 നിന്നും 4.43 കുറയ്ക്കാം. 4.43 കുറച്ച് നോക്കിയാൽ മതി. അങ്ങനെ കുറയ്ക്കുമ്പം 2 3 പോകത്തില്ല, 1 കടവെടുത്ത് 12. 12 3 പോയി കഴിഞ്ഞാൽ 9. ഓക്കെ അല്ലയോ? ഇവിടെ പിന്നെ 2 ഉള്ളു. 2 4 പോകത്തില്ല. 2 4 പോകത്തില്ല. ഇപ്പുറത്തെ 5 കടവെടുത്ത് 5 അങ്ങോട്ട് കടവെടുത്തപ്പം അവിടെ 2 ഉണ്ടേ. അപ്പോൾ 12 വരും. അവിടെ 2 ഉണ്ട്. 1 അപ്പുറത്തോട്ട് കടം പോയപ്പം 12. 12 4 പോയ 8 വരും. ശരിയാണോ? പോയിന്റ് കൊടുത്ത്. പിന്നെ ഇവിടെ 4 ഉള്ളു. 4 4 പോയ 0 എന്ന് പറഞ്ഞാൽ 0.89 വരും. അപ്പോൾ മനസ്സിലായി, ഇവിടെ കുറഞ്ഞു പോകുന്നത് 0.89 എന്ന ഒരു സ്ഥിരാങ്കമാണ്, ഒരു സ്ഥിരസംഖ്യയാണ്. 0.89 അങ്ങനെ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അടുത്ത പറവ് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ ഉറപ്പായിട്ടും ഈ 4.43 നിന്നും വീണ്ടും ഒരു 0.89 കുറച്ചാൽ മതി. 4.43 നിന്നും 0.89 കുറച്ചാൽ മതി. 0.89 കുറച്ചാൽ മതി. ശരി, കുറയ്ക്കാം. നമുക്കറിയാം 3 എന്തായാലും 9 പോകത്തില്ല. കടം കൊണ്ടുവരാം. ഈ 4 1 കടം കൊടുക്കുമ്പം ഇവിടെ 13. 13 9 പോയി കഴിഞ്ഞാൽ ഇവിടെ 4 വരും. 4 ഓക്കെയാണോ? 13 9 പോയി കഴിഞ്ഞാൽ 4 വരും. ഇവിടെ പിന്നെ 3 ഉള്ളു. കാര്യം 4 1 കടം എടുത്താൽ അപ്പുറത്ത് പോയി. ഇവിടെ പിന്നെ 3 ഉള്ളു. അതുകൊണ്ട് 3 എന്തായാലും 8 പോകത്തില്ല. കടം കൊണ്ടുവരാം. അപ്പുറത്തോട്ട് കടം എടുക്കുമ്പം ഇവിടെ 13. 13 8 കുറയ്ക്കണം. 13 8 കുറച്ചാൽ 5 വരും. ശരിയാണോ? 5 വരും. 5 നോക്കാം. 13 8 പോയി കഴിഞ്ഞാൽ 5 വരും. 5 ഇവിടെ പോയിന്റ് കൊടുത്ത്. ഇവിടെ 4 ഇല്ല. ഇവിടെ പിന്നെ 3 ഉള്ളു. 3 0 പോയി കഴിഞ്ഞാൽ 3.54 വരും. അപ്പോൾ നമ്മുടെ ശരി ഉത്തരം 3.54. ഓപ്ഷൻ ഡിയിൽ കിടപ്പുണ്ട് 3.54. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി 3.54 ആണ്. മനസ്സിലായോ? എളുപ്പമില്ലയോ? ഒന്നുമില്ല. അപ്പോൾ നമ്മൾ 2 വട്ടം ചെയ്താലും കൺഫേം ചെയ്യണം ഒരു സ്ഥിരാങ്കം തന്നെയാണ് കുറയുന്നത് എന്ന്. എന്നിട്ട് അടുത്ത തവണ കുറച്ചാൽ മതി. ഉത്തരം 3.54. ക്ലിയർ ആണേ? അടുത്ത ചോദ്യം, ഒറ്റയാനെ കണ്ടെത്തുക. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ PSC ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു വെറൈറ്റി 10 ടോപ്പിക്കുകളിലെ ഓരോ ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്ത് പഠിക്കുന്നത്. മുൻവർഷങ്ങളിൽ PSC ചോദിച്ചത് ഇനി ആവർത്തിക്കാൻ സാധ്യതയുള്ളത് എന്ന് തീർച്ചപ്പെടുത്തിക്കൊണ്ടാണ് ഈ വീഡിയോ നമ്മൾ തുടങ്ങിയത് തന്നെ. അപ്പോൾ അതാ ഒറ്റയാനെ കണ്ടെത്തൽ. നിങ്ങൾക്കറിയാം, സ്ഥിരം പാറ്റേണാണ് PSCയിലെ സ്ഥിരം പാറ്റേണാണ് ഒറ്റയാനെ കണ്ടെത്തൽ. ഈ അടുത്തിടെ നടന്ന പരീക്ഷകളെല്ലാം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒറ്റയാനെ കണ്ടെത്തലിനകത്തിൽ ചോദിക്കുന്നത് കണക്കുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളൊന്നുമല്ല. നമ്മൾ സ്ഥിരമായിട്ട് പറഞ്ഞു പഴകിയ ഓരോരോ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട, ചിലപ്പോൾ ഒരുപക്ഷെ പ്രധാനമന്ത്രിമാരായിരിക്കും, രാജ്യങ്ങളും തലസ്ഥാനങ്ങളുമായിരിക്കും, സംസ്ഥാനങ്ങളായിരിക്കും, അതല്ലെങ്കിൽ നമ്മുടെ നിത്യജീവിതത്തിൽ പറഞ്ഞതും പഴകിയതുമായ ബന്ധപ്പെട്ട ഒട്ടനവധി കാര്യങ്ങളായിരിക്കും. അപ്പോൾ അക്കൂട്ടത്തിൽ ഒരു കാര്യമാണ് ഇവിടെയും തന്നിരിക്കുന്നത്, ഒറ്റയാനെ കണ്ടെത്തൽ. നോക്കാം. മിനിറ്റ് മണിക്കൂർ, സൂര്യൻ ദിവസം, മുത്ത് മാല, അക്ഷരം വാക്ക്. നോക്കാം. ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഉത്തരം കിട്ടിയെന്ന് എനിക്കറിയാം. മക്കളെ, ശരി ഉത്തരം ഏതാ? ശരി ഉത്തരം ഞാൻ മാർക്ക് ചെയ്യാൻ പോവാ. നിങ്ങളുടെ മനസ്സിൽ തെളിഞ്ഞ ആ നമ്മുടെ ശരിയായ ഓപ്ഷൻ, അല്ലെങ്കിൽ ഈ ഒരു സാധനം ഇതായിരിക്കും അല്ലേ? ഇതാണ് ശരി ഉത്തരം, സൂര്യൻ ദിവസം. ഇതാണ് ശരി ഉത്തരം, സൂര്യൻ ദിവസം. ഇനി കാരണം കേട്ടു. മിനിറ്റ് മണിക്കൂർ, നമുക്കറിയാം മിനിറ്റുകൾ ചേർന്നാൽ മണിക്കൂറാകും. മിനിറ്റ് ചേർന്നാണ് രണ്ടാമത്തെ സാധനമായ മണിക്കൂറാവുന്നത്. മിനിറ്റ് ചേർന്ന് മണിക്കൂറാകും. ശരിയാണോ? മുത്ത് ചേർത്ത് വെച്ച് മാലയാക്കാം. മുത്ത് ചേർത്ത് വെച്ച് മാലയാക്കാം. അക്ഷരങ്ങൾ ചേർത്ത് വെച്ച് വാക്കുണ്ടാക്കാം. അക്ഷരങ്ങൾ ചേർത്ത് വെച്ച് വാക്കുണ്ടാക്കാം. ഇനി കേട്ടോ, സൂര്യനെ ചേർത്ത് വെച്ചാൽ ദിവസം ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല.
ദിവസങ്ങളെ ചേർത്ത് വെച്ചാൽ തിരിച്ച് സൂര്യനെ ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അത് പരസ്പര പൂരങ്ങളല്ല. എന്നാൽ ബാക്കിയെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുക. ആലോചിച്ച് നോക്ക്, ഒന്നാമത്തെ വാക്ക് ചേർത്താൽ രണ്ടാമത്തെ വാക്ക് ഉണ്ടാക്കാം എന്നുള്ള രീതിയിലാണ് ഇവിടുത്തെ കൺസെപ്റ്റ്. മിനിറ്റ് ചേർത്ത് വെച്ച് മണിക്കൂറാക്കാം, മുത്ത് ചേർത്ത് മാലയാക്കാം, അക്ഷരം ചേർത്ത് വാക്കാക്കാം, സൂര്യനെ ചേർത്ത് ദിവസമാക്കാൻ പറ്റത്തില്ല. പറ്റുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ വേറിട്ട് നിൽക്കുന്നവൻ അല്ലെങ്കിൽ ഒറ്റയാൻ, ദാ സൂര്യൻ, ദിവസം എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ശരി ഉത്തരം. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം അല്ലെങ്കിൽ അടുത്ത ടോപ്പിക്, ഗോഡ് എന്നത് 420 എന്നും ബോയ് എന്നത് 750 എന്നും കോഡ് ചെയ്താൽ ക്യാറ്റ് എങ്ങനെ എഴുതാം? ഓപ്ഷൻ ഉണ്ട് 320, 310, 60, 50. ഒരിക്കൽ കൂടെ, ഗോഡ് GOD ഗോഡ് എന്നത് 420 എന്നും ബോയ് എന്നത് 750 എന്നും കോഡ് ചെയ്താൽ നമ്മുടെ ക്യാറ്റിനെ എങ്ങനെ കോഡ് ചെയ്യാം? അപ്പം ഞാൻ ആദ്യം ആ കോഡിങ് ഒന്ന് എഴുതി വെക്കുക മക്കളെ. ഗോഡ്, ദാ ഗോഡിൻ്റെ കോഡിങ് എന്ന് പറഞ്ഞാൽ ഏതാണ്? 420. ശരി, എങ്ങനെ 420 വന്നു എന്ന കൺസെപ്റ്റ് കിട്ടിയിട്ട് മറ്റേതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ രണ്ടും ഒന്ന് തന്നെ ആണെങ്കിൽ നമുക്ക് ക്യാറ്റിനെ കോഡ് ചെയ്യാം. അപ്പം നിങ്ങൾക്കറിയാം, കോഡിങ് ആൻഡ് ഡീകോഡിങ് എന്നൊരു ചോദ്യം ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് മക്കളെ, A മുതൽ Z വരെ ഇങ്ങനെ ക്രമത്തിൽ അങ്ങ് എഴുതി വെക്കണം. ആദ്യത്തെ 13 എണ്ണം A മുതൽ M വരെ, തൊട്ട് താഴെ 14ാമത്തെ ലെറ്റർ N തൊട്ട് ഇങ്ങോട്ട് Z വരെ. അപ്പോൾ 1 തൊട്ട് 13 വരെ അങ്ങോട്ട്, താഴോട്ട് 14 തൊട്ട് 26 വരെ. ഇങ്ങനെ നിങ്ങൾ നോക്കിയാൽ മതി. ദാ ഇങ്ങനെ എടുക്കുമ്പം 26ഉം ഒന്നുകൂടെ കൂട്ടി 27. കണ്ടോ? ഈ ഒരു ജോഡി 27 വരും. 25 രണ്ടുകൂടെ കൂട്ടി 27, 24 മൂന്നുകൂടെ കൂട്ടി 27, 23 നാലുകൂടെ കൂട്ടി 27, 22 അഞ്ചൂടെ കൂട്ടി 27, 21 ആറുടെ കൂട്ടി 27, 20 7 കൂട്ടി 27. അങ്ങോട്ടുള്ള ഓരോ ജോഡിയുടെയും തുക 27. മക്കളെ, അങ്ങനെ ചേർത്തും BSc ചോദിക്കും. അതുകൊണ്ട് ഇങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം എല്ലാ കോഡിങ് ആൻഡ് ഡീകോഡിങ് ചോദ്യങ്ങളുടെ ആൻസർ ചെയ്യാം. ശരി, അപ്പോൾ ഞാൻ ആദ്യം ഗോഡ് എന്നുള്ളതിനെ എങ്ങനെയാണ് കോഡ് ചെയ്തിരിക്കുന്നത് നോക്കാം. ഗോഡിൻ്റെ കോഡ് എഴുതാൻ നോക്കി, ഞാൻ ആദ്യം അവരുടെ ലെറ്റേഴ്സ് നമ്പറുകൾ എഴുതി വെക്കുക. ആ ലെറ്റേഴ്സിൻ്റെ നമ്പറുകൾ എഴുതി വെക്കുക. G എന്നത് നമുക്കറിയാം, ജിയുടെ നമ്പർ 7 ആണ്. O എന്നത് 15ാമത്തതാണ്, 15. D എന്നത് 4ാമത്തെയാണ്. അപ്പോൾ 7, 15, 4. മക്കളെ, 7, 15, 4. 7ഉം 15ഉം 4 പക്ഷെ അവർ 420 എന്നാണ് പറയുന്നത്. അയ്യോടാ, അതെങ്ങനാ? ഗോഡ് എന്നതിൻ്റെ കോഡ് 420. നമുക്കറിയാം G 7 ആണ്, O 15 ആണ്, D 4 ആണ്. അപ്പോൾ എങ്ങനെ 420 ആക്കാം എന്ന് നോക്കുമ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇതിനെ പരസ്പരം ഒന്ന് ഗുണിച്ച് നോക്കിയേ സുഹൃത്തുക്കളെ. ഇതിനെ ഒന്ന് ഗുണിച്ച് നോക്കിയേ. ഗുണിച്ച് നോക്കുമ്പം മക്കളെ 15 4 60, 15 4 60, 60 ഗുണം 7, 60 ഗുണം 7, 6 7 42, 420. എടാ 420 എന്ന് വരുന്നുണ്ട്, ശരിയാ? അപ്പോൾ ഓക്കെയാ. എന്താ? ഗോഡിൻ്റെ കോഡ് 420 വരുന്നുണ്ട്. ഓക്കെ ആണോ? മനസ്സിലായെന്ന് കരുതട്ടെ. ശരി, ഇതേ നിയമം തന്നെ ബോയ് പാലിക്കുന്നുണ്ടോ എന്ന് നോക്കാം. ബോയ് എന്നതിൻ്റെ കോഡ് ഞാൻ എടുത്ത് നോക്കാം. ബോയ്. ശരി, ആദ്യം B. നമുക്കറിയാം B എന്നത് 2ാമത്തെ ലെറ്ററാണ്. O എന്നത് 15ാമത്തെ ലെറ്ററാണ്. Y എന്നത് 25ാമത്തെ ലെറ്ററാണ്. ഓക്കെ ആണോ? 25ാമത്തെ ലെറ്ററാണ്. നോക്കാം. 2 ഗുണം 15, സോറി 2 ഗുണം 25 ചെയ്യുക. 2 ഗുണം 25 50. 50 ഗുണം 15 നമുക്കറിയാം 15 5 75, 750 എന്ന് വരും. ഓക്കെയാ, 750. അവരുടെ കോഡിലും പറയുന്നത് അങ്ങനെ തന്നെയാണ്, 750. അപ്പോൾ അതും ഓക്കെ ആയി. ഓക്കെ ആണോ? അതും ഓക്കെ ആയി. അങ്ങനെയെങ്കിൽ ദാ ഗോഡിൻ്റെയും ബോയിയുടെയും കോഡ് എങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലായി. എങ്കിൽ നമ്മുടെ ശരിയുത്തരം ചെയ്യാൻ ഏതാ? ക്യാറ്റാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ക്യാറ്റ് എങ്ങനെ ചെയ്യാം നോക്ക്. C 3ാമത്തെ, A 1ാമത്തെ, T 20ാമത്തെ. ശരിയാണോ? എങ്കിൽ 3 ഗുണം 1 ഗുണം 20, 3 ഗുണം 1 3, 3 ഗുണം 20 60. ശരിയുത്തരം 60. ക്യാറ്റ് എന്നതിൻ്റെ കോഡ് ഓപ്ഷൻ C 60 ആണ്. മനസ്സിലായോ? സിമ്പിൾ അല്ലേ? അപ്പോൾ ഇത്തരം ചോദ്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം. സമാന ബന്ധങ്ങൾ. നിങ്ങൾക്കറിയാം അനലോഗി, സമാന ബന്ധം. എന്താ സമാന ബന്ധം? ആദ്യത്തെ ജോഡിയുടെ ബന്ധം മനസ്സിലാക്കി അടുത്ത ജോഡി പൂർത്തീകരിക്കുക, അടുത്ത ജോഡി പൂർത്തിയാക്കുക. ഇതാണ് സമാന ബന്ധം അല്ലെങ്കിൽ അനലോഗി എന്ന് പറയുന്നത്.
അപ്പോൾ ആദ്യത്തെ ജോഡി ഇതാണ് മക്കളെ. ഈ 4 കുത്തിന്റെ ഇടതുവശം കിടക്കുന്ന ഈ ജോഡിയുടെ ബന്ധം മനസ്സിലാക്കി അടുത്ത ജോഡി പൂർത്തീകരിക്കുക എന്നതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നോക്കി, ഇതാണ് നമ്മുടെ വര. ഈ വര അല്ലെങ്കിൽ ഈ 4 കുത്തിന്റെ ഇടതുവശം കിടക്കുന്ന ജോഡി കണ്ടോ? ജ്ഞാനം പഠനം, ജ്ഞാനം പഠനം. എങ്കിൽ വൈദഗ്ധ്യം ഡാഷ്. 4 ഓപ്ഷൻ ഉണ്ട്: സർക്കസ്, പുസ്തകം, കല, പരിശീലനം. നോക്കാം. അതായത് ജ്ഞാനം പഠനം നമുക്ക് എങ്ങനെ കമ്പയർ ചെയ്യാം? ജ്ഞാനം ലഭിക്കാൻ, ജ്ഞാനം മീൻസ് അറിവ്, അറിവ് ലഭിക്കാൻ പഠനം നമ്മളെ സഹായിക്കുന്നു. മക്കളെ, ജ്ഞാനം ലഭിക്കാൻ, ജ്ഞാനം ഉണ്ടാക്കാൻ വേണ്ട എന്താ ഒരു എക്സസൈസ് ആണ് പഠനം. ശരിയല്ലയോ? ജ്ഞാനത്തിന് വേണ്ടിയുള്ള ഒരു എക്സസൈസ് ആണ് പഠനം. എങ്കിൽ ഇവിടെ വൈദഗ്ധ്യം ലഭിക്കുവാൻ വേണ്ട എക്സസൈസ് എന്തുവാ? പരിശീലനം. പുസ്തകമാണോ? അല്ല. സർക്കസ് ആണോ? അല്ല. കലയല്ല. നമ്മുടെ ശരി ഉത്തരം പരിശീലനം. എന്തുവാ? ഒന്നുകൂടെ. ജ്ഞാനം ലഭിക്കണമെങ്കിൽ പഠനം ചെയ്യണം, പഠിക്കണം. ജ്ഞാനം ഉണ്ടാവണമെങ്കിൽ, അറിവുണ്ടാവണമെങ്കിൽ പഠിക്കണം. വൈദഗ്ധ്യം നേടണമെങ്കിൽ പരിശീലനം വേണം. മനസ്സിലായോ? അപ്പം നമ്മുടെ ശരി ഉത്തരം പരിശീലനം എന്നുള്ളതാണ്. അപ്പം PSC പരീക്ഷകളിൽ കണ്ടുവരാറുള്ള, ഇനിയും ചോദിക്കാൻ വളരെയധികം ചാൻസ് ഉള്ള ഒരു 10 ചോദ്യങ്ങളാണ് നിങ്ങൾ ഇതുവരെ പരിചയപ്പെട്ടത്. അപ്പോൾ LDC പരീക്ഷകളിൽ വളരെയധികം പ്രാധാന്യമുള്ള 10 ടോപ്പിക്കുകളാണ് നിങ്ങളെ പരിചയപ്പെടുത്തിയത്. നിങ്ങൾ തീർച്ചയായിട്ടും ഈ ക്ലാസ് പ്രയോജനപ്പെടട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട്, വളരെയധികം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഭാവുകങ്ങൾ നേരുന്നു. വരുന്ന വർഷം 2024 എല്ലാവരുടെയും വർഷമായി മാറട്ടെ, എല്ലാവർക്കും നന്മകൾ മാത്രം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുന്നു. ബൈ ഫ്രം വിശാഖ് പാവുമ്പ. LDC, LGS, LSC സെക്രട്ടറി, SI, കോൺസ്റ്റബിൾ തുടങ്ങിയിട്ടുള്ള 2024 മുഴുവൻ പരീക്ഷകൾക്ക് നിങ്ങൾക്ക് തയ്യാറെടുക്കാം ഒരൊറ്റ പേയ്മെന്റിലൂടെ. 1199 രൂപയ്ക്ക് ഈ പറയപ്പെട്ട പരീക്ഷകൾക്കെല്ലാം, അതും സ്പെഷ്യൽ ടോപ്പിക് സഹിതം നിങ്ങൾക്ക് ഒരു വർഷത്തേക്ക് ലഭ്യമാണ്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. നിങ്ങൾ എൻട്രി ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിന്റെ ഹോം പേജിൽ തന്നെ ഏറ്റവും താഴെയായിട്ട് പ്രീമിയം എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അവിടെ നിങ്ങൾക്ക് 1199 ഒരു വർഷം കേരള പിക്സ് എന്ന് കാണാം. അവിടെ വാങ്ങുന്നു ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു വർഷത്തെ ആ കോഴ്സ് സെലക്ട് ചെയ്യുന്നു, ബൈ നൗ കൊടുക്കുന്നു. അങ്ങനെ ബൈ നൗ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡിലൂടെയോ ഡെബിറ്റ് കാർഡിലൂടെയോ അല്ലെങ്കിൽ ഫോൺ പേയിലൂടെയോ ഗൂഗിൾ പേയിലൂടെയോ ഒക്കെ നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാവുന്നതാണ്. സോ ഈ ഒരു അവസരം മാക്സിമം പ്രയോജനപ്പെടുത്തുക. 2 ലക്ഷത്തിലധികം ചോദ്യങ്ങളും മാതൃകാ ചോദ്യങ്ങളും പ്രീവിയസ് ചോദ്യങ്ങളും എല്ലാം എൻട്രി ആപ്പിൽ ലഭ്യമാണ്. മാക്സിമം പ്രയോജനപ്പെടുത്തൂ. ഹായ്, ഹലോ, നമസ്കാരം. എല്ലാവർക്കും എൻട്രിയുടെ ഇയർ എൻഡിങ് ചലഞ്ചിലേക്ക് സ്വാഗതം. നമ്മളിന്ന് മാത്തമാറ്റിക്സിന്റെ ചലഞ്ചാണ് ഏറ്റെടുത്തിരിക്കുന്നത്. കുഴപ്പമില്ലല്ലോ, ഒരു വർഷം കംപ്ലീറ്റ് ആവുന്നു, നമ്മളൊരു പുതിയ വർഷത്തിലേക്ക് കടക്കുന്നു. ഈ കടന്നു വരുന്ന പുതിയ വർഷം നമ്മുടെ വർഷമാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ഈ ചലഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അറിയാലോ, ഈ ഒരു വർഷത്തിൽ 12 മാസം ഉണ്ടായിരുന്നു, അടുത്ത വർഷം ഉണ്ടാവും 12 മാസം. അത് കഴിഞ്ഞ് പിന്നൊരു 12 മാസത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യരുത്? നമ്മുടെ പ്രതീക്ഷകളെ വലിച്ചു നീട്ടാനായിട്ട് നിൽക്കരുത്. എന്ന് വെച്ചാൽ അത് കഴിഞ്ഞിട്ട് വരുന്ന വർഷങ്ങളിൽ പ്രതീക്ഷ ഉണ്ടാകരുത് എന്നല്ല. നിലവിൽ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന നമ്മുടെ പ്രതീക്ഷകൾ അടുത്ത കൊല്ലം കൊണ്ട് അല്ലെങ്കിൽ 2024 12 മാസത്തിനുള്ളിൽ ക്ലിയർ ചെയ്യുക, അല്ലെങ്കിൽ അത് നേടിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. എല്ലാവരുടെ മനസ്സിൽ, അതിപ്പോ എൻ്റെ മനസ്സിലായാലും നിങ്ങളുടെ മനസ്സിലായാലും എല്ലാം അങ്ങനെ ഒരു ആശയുണ്ട് അല്ലേ? അപ്പൊ അങ്ങനെ നമ്മുടെ ആശകൾ നിറവേറുന്ന ഒരു വർഷമായിട്ട് 2024 മാറട്ടെ എന്ന് ആദ്യമേ തന്നെ ഞാൻ ആശംസിക്കുകയാണ്. അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞു പോയ വർഷം ഇപ്പൊ 2023 കംപ്ലീറ്റ് ആവുകയാണല്ലോ. അപ്പൊ ഈ ഒരു കഴിഞ്ഞ വർഷത്തെ അനുസ്മരിച്ചുകൊണ്ട്, ആ ഒരു വർഷത്തിലെ ഒരു 12 മാസങ്ങളെ നമ്മൾ അനുസ്മരിച്ചുകൊണ്ട് നമ്മുടെ 12 ടോപ്പിക്കുകൾ മാത്സിൽ നിന്ന് നമുക്കിപ്പോ വരാനിരിക്കുന്ന LDC പരീക്ഷയിലായാലും ഇപ്പൊ സിലബസ് എടുത്ത് നോക്കുമ്പോൾ മാത്സിന്റെ ഭാഗത്ത് നിന്ന് അല്ലെ, നമുക്ക് അതിനകത്ത് എന്താ പറയുക, മാത്സിന്റെ ഭാഗത്ത് നിന്ന് പകുതി ടോപ്പിക്ക്, മെന്റൽ എബിലിറ്റിയുടെ ഭാഗത്ത് നിന്ന് പകുതി ടോപ്പിക്ക്, അങ്ങനെ പറയാ അല്ലെ. അപ്പൊ അതിനകത്ത് നിന്ന് മാത്സിന്റെ ടോപ്പിക്ക് മാത്രം എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഒരു 12 ഹെഡിങ്സ് കാണാം, 12 ടോപ്പിക് ടൈറ്റിൽസ് ഉണ്ടാവും. ആ 12 ടോപ്പിക്കുകളെ ഒന്ന് ഓർക്കുക, അവരെ ഒന്ന് റിവിഷൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ ഇങ്ങനെ ഒരു റിവിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഈ ഒരു ടോപ്പിക്കുകളിലൂടെ കടന്നു പോകുക എന്നുള്ളത് മാത്രമല്ല,
ഈ ടോപ്പിക്കുകളൊന്നും നമുക്കൊരു പ്രശ്നമല്ല, ഇതൊക്കെ നമ്മൾ കുറെ കണ്ടതാ എന്നുള്ള രീതിയിൽ നമുക്കൊരു ഉറപ്പ് വരിക എന്നുള്ളതും കൂടിയാണ്. പ്രധാനപ്പെട്ട 2 ടെൻഷൻസ് ആണ് ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മാത്സുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം, നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്നതുമായിട്ട് കണക്ട് ചെയ്ത് തന്നെ ചോദ്യങ്ങൾ വരുമോ, അതോ നമുക്ക് നെഗറ്റീവ് അടിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുമോ? ഒന്നാമത്തെ ടെൻഷൻ അതാ. മറ്റൊരു ഗ്രൂപ്പിന്റെ ടെൻഷൻ എന്താന്ന് വെച്ചാൽ, ഈ കാണുന്ന മാത്സ് ഒക്കെ ഞാൻ എങ്ങനെ പഠിച്ചെടുക്കും, പണ്ട് മുതലേ മാത്സ് ഇഷ്ടമല്ല, അത് പേടിച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, മാത്സ് കളഞ്ഞിട്ട് മറ്റ് ഏരിയയിലേക്ക് പഠിക്കാനായിട്ട് പോയത്. എന്നാൽ ഒരു ജോലിക്കായിട്ട് പഠിക്കാൻ വന്നപ്പോൾ പിന്നെയും കിടക്കുന്നു ആര്, നമ്മുടെ മാത്സ്. അപ്പൊ ഇത് പഠിച്ചല്ലേ മതിയാവൂ. പിന്നെയും ഞാൻ നിങ്ങളോട് പറയുന്ന പോലെ എല്ലാവരും ഓർക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഒരിക്കലും സ്കൂൾ ക്ലാസ്സുകളിൽ പഠിച്ച നിലവാരത്തിലല്ല എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ മത്സര പരീക്ഷകളിൽ മാത്സിനെ പഠിക്കേണ്ടത്. അല്ലെ, അവിടെ നമ്മൾ എന്തുകൊണ്ടോ, പഠിച്ച രീതി കൊണ്ടോ, പഠിപ്പിച്ച രീതി കൊണ്ടോ, നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്ത രീതിയുടെ പ്രശ്നം കൊണ്ടോ, എന്തുകൊണ്ടോ നമ്മൾ എന്ത് ചെയ്തു, അതുമായിട്ട് അകന്നുപോയി, കണക്കുമായിട്ട് അകന്നുപോയി. എന്നാൽ ആ ഒരു അകൽച്ച ഒഴിവാക്കിക്കൊണ്ട് പഠിക്കുക എന്നുള്ളതാണ് പ്രധാനം. അല്ലെ, മാത്സ് ഒഴിവാക്കിക്കൊണ്ട് ഇനിയൊരു പരീക്ഷ ക്രാക്ക് ചെയ്യാമെന്നോ ഒരു റാങ്ക് ലിസ്റ്റിലേക്ക് കടന്നു ചെല്ലാം എന്നോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അതിപ്പോ 10 മാർക്കായാലും ശരി തന്നെയാണ്, ശരിയല്ലേ? ഈ 10 മാർക്ക് ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾ കടന്നു ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ബാക്കിയുള്ള സ്ഥലത്ത് നിന്ന് ആവശ്യമായിട്ടുള്ള മാർക്ക് സ്കോർ ചെയ്തെടുക്കാൻ പറ്റും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? മാത്രമല്ല, നിങ്ങളിപ്പോ കഴിഞ്ഞ കാലങ്ങളിൽ, അതായത് ഇപ്പൊ ഒരു തൊട്ടടുത്ത എന്ന് വെച്ചാൽ ഇനി വരാനുള്ളതല്ല, തൊട്ട് കഴിഞ്ഞു പോയ 2 വർഷങ്ങളിലെ പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അതിൽ ഏറ്റവും ആശ്വാസം തരുന്ന ഭാഗം മാത്സ് ആൻഡ് മെന്റൽ അബിലിറ്റി ആയിരിക്കും. അല്ലെ, അതിനകത്ത് വേറെ ഒരു കൺഫ്യൂഷനും ഇല്ല, നമുക്ക് പല ചോദ്യങ്ങൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നമ്മൾ എത്രയോ വർഷങ്ങളായിട്ട് റിപ്പീറ്റ് ചെയ്തു വന്ന ചോദ്യങ്ങൾ തന്നെ പല പരീക്ഷകളിലും ആവർത്തിച്ചു വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ബെനിഫിറ്റ് ആർക്ക് മാത്രമേ തരാൻ പറ്റൂ, നമ്മുടെ മാത്സിന് മാത്രമേ തരാൻ പറ്റൂ. അതുപോലെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് ആരൊക്കെ, മലയാളവും ഇംഗ്ലീഷും ഒക്കെ. അല്ലെ, എന്നാലും മാത്സിന്റെ ഒരു കോൺഫിഡൻസ്, അല്ലെങ്കിൽ അതുപോലെ PYQs റിപ്പീറ്റ് ചെയ്ത് വന്ന മറ്റൊരു ഏരിയ നമ്മുടെ പരീക്ഷയിലെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കാണാൻ പറ്റില്ല. അല്ലെ, അപ്പൊ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ പഠനം നടത്തുകയാണ്. ഒരു കാരണവശാലും ടെൻഷൻ അടിക്കരുത്, വളരെ കൂളായിട്ട് എന്നോടൊപ്പം ഈ ചോദ്യങ്ങൾ ചെയ്യുക. ഒരുപക്ഷെ എനിക്ക് മുമ്പ് നിങ്ങൾ ഈ ചോദ്യം ചെയ്തെന്നിരിക്കും. 12 ചോദ്യങ്ങൾ നമ്മൾ ചെയ്യാണ്. അതിന് നിങ്ങൾ പരമാവധി എത്ര സമയം എടുക്കുന്നു എന്ന് മാത്രം നോക്കുക. നിങ്ങൾക്ക് ഒരു ചോദ്യം കാണുമ്പോൾ ആ ചോദ്യം ചെയ്യാൻ അറിയാം എങ്കിൽ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് വെക്കുക, എന്നിട്ട് നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ചെയ്യുക, അതിനുശേഷം മാത്രം ആൻസർ നോക്കുക. ആ രീതിയിൽ അങ്ങനെ തന്നെ പോട്ടെ, ഒരു ചലഞ്ച് ആയിട്ട് തന്നെ എടുക്കുക. ഈ 12ൽ നിങ്ങൾക്ക് എത്ര അടിക്കാൻ പറ്റുന്നു എന്നുള്ളത് അവസാനം വരെ നിങ്ങൾ നോക്കുക. അതിനുശേഷം നിങ്ങൾക്ക് എത്ര കിട്ടിയെന്നും ഈ ക്ലാസിന്റെ ഫീഡ്ബാക്കും കൃത്യമായി കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. എന്തായാലും നിങ്ങൾക്കൊരു നല്ല വർഷം ആശംസിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് നമ്മുടെ സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഫസ്റ്റ് ടോപ്പിക്. നമ്മൾ എന്താണ് ഫസ്റ്റ് ടോപ്പിക് എന്താ എടുത്തിരിക്കുന്നത്, എപ്പോഴും കാണാറുള്ളതാ, സംഖ്യകളും അടിസ്ഥാന ക്രിയകളും. അപ്പൊ ബേസിക് ആയിട്ട് സംഖ്യകളെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ചോദ്യമാണ് നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത്. ഇത് ശരിക്കും ഭിന്നസംഖ്യ എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് വരുന്ന ചോദ്യമാണ്. പക്ഷെ സംഖ്യകളെ കുറിച്ച് അടിസ്ഥാന വിവരങ്ങൾ പഠിക്കുന്ന സ്ഥലത്താണ് നമ്മൾ ഇത്തരം ചോദ്യങ്ങളെ ഉൾപ്പെടുത്തുന്നത് കേട്ടോ. ബേസിക് ഓപ്പറേഷന്റെ ഭാഗത്ത് നമുക്ക് ഇത്തരം ചോദ്യങ്ങളെ കാണാനായിട്ട് പറ്റും. ചോദ്യം ഇങ്ങനെയാണ്, 2 സംഖ്യകളുടെ തുക 10, അവയുടെ ഗുണനഫലം 20 എങ്കിൽ സംഖ്യകളുടെ വ്യുൽക്രമങ്ങളുടെ തുക കാണുക എന്ന് പറയുകയാണ്. 2 സംഖ്യകളുണ്ട്, അവരുടെ തുക നമുക്കറിയാം, അവയുടെ ഗുണനഫലം അറിയാം. അങ്ങനെയാണെങ്കിൽ അവരുടെ വ്യുൽക്രമങ്ങളുടെ തുക എന്ത്? നമ്മൾ ഈ ആൻസർ വന്ന രീതിയെ കുറിച്ച് പറയുന്നേ ഇല്ല എന്ന് വെച്ചാൽ ഞാൻ എന്തായാലും അത് പറഞ്ഞു തരും, പക്ഷെ ആൻസർ ചെയ്ത് തുടങ്ങുമ്പോൾ ഞാൻ അത് പറയുന്നില്ല. ഇവിടെ നമുക്ക് 2 സംഖ്യകളുടെ തുക അറിയാം 10, അല്ലെ? അതുപോലെ ഈ 2 സംഖ്യകളുടെ തന്നെ ഗുണനഫലം അറിയാം, എത്രയാ? 20. അങ്ങനെയാണെങ്കിൽ ഇവരുടെ വ്യുൽക്രമങ്ങളുടെ തുക കാണാൻ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? ഇവരുടെ തുകയായ 10നെ ഗുണനഫലമായ 20 കൊണ്ട് ജസ്റ്റ് ഡിവൈഡ് ചെയ്യുക, ഇത്രയേ ഉള്ളൂ, ആവശ്യമുള്ളൂ. പകരം ഈ വ്യുൽക്രമം എന്ന് കാണുമ്പോൾ, വ്യുൽക്രമങ്ങളുടെ തുക എന്നൊക്കെ കാണുമ്പോൾ നമ്മൾ ആകെ ടെൻഷനായി പോവും, നമ്മളിത് വിട്ടിട്ട് പോവുകയും ചെയ്യും. അങ്ങനെ ഒന്നും ചെയ്യരുത്. 10നെ എന്ത് ചെയ്യുക, ജസ്റ്റ് 20 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ 1/2. ഇതാണ്, ഇത്രയേ ഉള്ളൂ, വേറൊന്നും ഇവിടെ ആലോചിക്കാനില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് അടുത്ത ചിന്ത, ഇതെങ്ങനെയായിരിക്കും വന്നത്? ഒന്നുമില്ല, 2 സംഖ്യകൾ, ഈ 2 സംഖ്യകളെ ഞാൻ A എന്നും B എന്നും എടുക്കുകയാണെന്ന് വിചാരിക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം ഈ 2 സംഖ്യകളുടെ വ്യുൽക്രമം എന്ന് പറയുമ്പോൾ ആരൊക്കെയാ വരിക?
1/a എന്നും 1/b എന്നും അല്ലേ വരിക? ഓക്കെ, ഇത്തരം സംഖ്യകളെ, ഈ ഭിന്നസംഖ്യകളെ തമ്മിൽ കൂട്ടാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് അനുസരിച്ച് എന്ത് ചെയ്യാനായിട്ട് പറ്റും? എയും ബിയും തമ്മിൽ ഗുണിച്ചെഴുതുക അല്ലെ. ശേഷം ബി ഒന്നിനോട് ഗുണിച്ചിട്ട് ഇവിടെ ബി എന്ന് തന്നെ എഴുതുക. ഈ എ ഒന്നിനോട് ഗുണിച്ചിട്ട് അവിടെ എ എന്ന് തന്നെ എഴുതുക. കണ്ടോ? അപ്പൊ എന്താ കിട്ടുക? ബി പ്ലസ് എ ബൈ എ ബി എന്ന. ബി പ്ലസ് എ എന്ന് വെച്ചാൽ എന്താ? ഈ എയുടെയും ബിയുടെയും കൂടെ തുകയല്ലേടാ. അത് എ പ്ലസ് ബി എന്ന് പറഞ്ഞാലും ബി പ്ലസ് എ എന്ന് പറഞ്ഞാലും സെയിം അല്ലേ? അപ്പൊ ഈ രണ്ട് സംഖ്യകളുടെ തുകയെ അവരുടെ ഗുണനഫലം കൊണ്ട് ഹരിച്ചാൽ നമുക്ക് കിട്ടുന്നത് അവരുടെ വിൽക്രമങ്ങളുടെ തുകയാണ്. ഒരു സംശയവും വേണ്ട, ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പൊ തുകയും ഗുണനഫലവും തന്നിട്ടുണ്ട്. അപ്പൊ ഇവരുടെ വിൽക്രമങ്ങളുടെ തുക ചോദിച്ചാൽ തുകയെ മുകളിൽ എഴുതുക, ഗുണനഫലത്തെ താഴെ എഴുതുക. നമ്മുടെ ആൻസർ 1/2. എത്ര സിമ്പിളാ ചോദ്യം അല്ലെ? നമ്മുടെ കൂട്ടത്തിൽ പലർക്കും ഈ ഒരു ചോദ്യം ധാരണ ഉണ്ടായിരിക്കണം എന്നില്ല. പലരും എന്ത് ചെയ്യും? ഇത് കാണുമ്പോൾ തന്നെ സംഖ്യകൾ ആരൊക്കെയെന്ന് കണ്ടെത്താനായിട്ട് ശ്രമിക്കും അല്ലെ. സംഖ്യകൾ ആരൊക്കെ വരാം, ഏതൊക്കെ രീതിയിൽ വരാം, എന്നിട്ട് അവരുടെ വിൽക്രമം വന്നാൽ അങ്ങനെ ആലോചിക്കുന്ന ആൾക്കാരായിരിക്കും മെജോറിറ്റി. കേട്ടോ, ശ്രദ്ധിച്ചോണേ. ഇതിന് ഇങ്ങനെ ഒരു സിമ്പിൾ മെത്തേഡ് ഉണ്ട്. ഓക്കെ, ശരി. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം. ക്രിയ ചെയ്യുക. 2/3, 1/4, 1/5, 1/6. ഈ സംഖ്യകളെല്ലാം കൂടെ ഒന്ന് കൂട്ടാമോ എന്നാണ്. ഇതെല്ലാം ഭിന്നസംഖ്യകളാണ്. ഈ ഭിന്നസംഖ്യകളുടെ എല്ലാം പ്രത്യേകത എന്താ? ഇവരുടെ ഒന്നും ഛേദം തുല്യമല്ല അല്ലെ. അപ്പൊ ഇവരെ നമുക്കൊന്ന് കൂട്ടി എഴുതേണ്ടതുണ്ട്. അപ്പൊ കൂട്ടി എഴുതാൻ നമ്മൾ ചെയ്യുന്ന മെത്തേഡ് എന്താ? ഛേദം തുല്യമാക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിനാദ്യം ചെയ്യേണ്ടത് ഈ തന്നിരിക്കുന്ന ഛേദസംഖ്യകളുടെ എല്ലാം LCM എടുക്കുക, ലസാഗു. ആരൊക്കെയാ സംഖ്യകൾ? ആരൊക്കെയാ? 3 വരുന്നുണ്ട്, 4 വരുന്നുണ്ട്, 5 വരുന്നുണ്ട്, 6 വരുന്നുണ്ട്. ഇവർക്കെല്ലാം കോമൺ ആയിട്ട് ഒരു ലസാഗു എടുത്താൽ എത്രയായിരിക്കും കിട്ടുക? അത് 60 എന്നായിരിക്കും അല്ലെ. 3ന്റെയും 4ന്റെയും 5ന്റെയും 6ന്റെയും മൾട്ടിപ്ലൈ ഒരു കോമൺ നമ്പർ ഏറ്റവും ചെറുതെടുക്കാൻ പറ്റുന്ന ആരായിരിക്കും? അത് 60 തന്നെ ആയിരിക്കും അല്ലെ. വേറെ ഏതെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റുമോ? പറ്റില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവർക്ക് എല്ലാവർക്കും ഛേദമായിട്ട് എന്ത് കൊടുക്കാം? 60നെ അങ്ങ് കൊടുക്കാം. അപ്പൊ ഇവരുടെ എല്ലാവരുടെയും ഛേദമായിട്ട് നമ്മൾ ആരെ പരിഗണിക്കുന്നതാ? 60നെ. കുഴപ്പമുണ്ടോ? അപ്പൊ 3 ഇല്ല, 4 ഇല്ല, 5 ഇല്ല, 6 ഇല്ല. ഇവർക്കെല്ലാം പകരമായിട്ടാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? 60 കൊടുത്തോട്ടെ. എല്ലാവരും റെഡിയാണോ? അപ്പൊ 3ന്റെയും 4ന്റെയും 5ന്റെയും 6ന്റെയും ഇവർക്കെല്ലാം സ്ഥാനം കോമൺ ആയിട്ട് നമ്മൾ 60 കൊടുത്തു. ഓക്കെ, ഇനി നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെ ഒരു 3 ഉണ്ടല്ലേ. ആദ്യത്തെ ഛേദം 3. അപ്പൊ ഈ 3 60ലേക്ക് വരണമെങ്കിൽ എത്ര കൊണ്ട് ഗുണിക്കണം? ഈ 3 60ലേക്ക് എത്തണമെങ്കിൽ 20 കൊണ്ട് ഗുണിക്കണ്ടേ? അതേ 20 മുകളിലും ഗുണിക്കുക. 20 × 2. 20 × 2 എത്രയാ? 40. ഓക്കെ, പ്ലസ് അതുപോലെ നമ്മൾ ഇട്ടു. ഇവിടെ ഒരു 4 ഉണ്ടായിരുന്നു. 4 60ലേക്ക് വരണമെങ്കിൽ എത്ര കൊണ്ട് ഗുണിക്കണം? ഉറപ്പായിട്ടും 15 കൊണ്ട് ഗുണിക്കണം. 4നെ 15 കൊണ്ട് ഗുണിച്ചാലേ 60 ആവൂ. അപ്പൊ അതേ 15 മുകളിൽ ഗുണിക്കട്ടെ. അപ്പൊ മുകളിൽ ഗുണിച്ചാൽ അത് 15. ഓക്കെ ആണോ? ഇനി നോക്കുമ്പോൾ താഴെ ഒരു 5 വരുന്നുണ്ട്. 5 60ൽ വരണമെങ്കിൽ എത്ര കൊണ്ട് ഗുണിക്കണം? ഉറപ്പായിട്ടും 12 കൊണ്ട് ഗുണിക്കണം. അതേ 12 മുകളിൽ ഗുണിക്കട്ടെ. അപ്പൊ 1 × 12, 12 തന്നെ കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ഒരു 6 ആണുള്ളത്. അപ്പൊ 6 60ലേക്ക് വരണമെങ്കിൽ 10 കൊണ്ട് ഗുണിക്കണമല്ലോ. അതേ 10 മുകളിൽ ഗുണിച്ചാൽ അവിടെ എന്ത് കിട്ടും? പിടി കിട്ടിയോ? ചെയ്ത കാര്യം എത്ര ഉള്ളൂ? നമ്മൾ കോമൺ ആയിട്ടൊരു ഛേദത്തെ കണ്ടെത്തി 60. അപ്പൊ ഈ 60ന് ആനുപാതികമായി എല്ലാ സ്ഥലത്തും നമ്മൾ ആരെ മാറ്റി? അംശത്തെ മാറ്റി എഴുതി ആണല്ലോ. അപ്പൊ ഇനി അംശം മാത്രം കൂട്ടട്ടെ. അപ്പൊ 40ഉം 10ഉം 50, 50ഉം 15ഉം 65, 65ഉം 12ഉം 77. അപ്പൊ അംശത്തെ കൂട്ടിയാൽ നമുക്ക് കിട്ടുന്നത് 77. 77/60 ആണ്. അപ്പൊ ആൻസർ നോക്കുമ്പോൾ 77/60. നല്ലതല്ലേ? പക്ഷെ ഒരു ചെറിയ പ്രശ്നം, ഈ 77/60 എവിടെ ഇല്ല? ഓപ്ഷനിൽ ഇല്ല. ഓപ്ഷനിലെല്ലാം എന്താണ്? ഡെസിമൽ നമ്പേഴ്സ്, ദശാംശ സംഖ്യകളാ. അപ്പൊ ഇത് നമുക്ക് എങ്ങനെ ചെയ്യാം എന്ന് ചോദിച്ചാൽ, ഈ 77നെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം ഞാൻ 6 × 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാം എന്നങ്ങ് വിചാരിച്ചു. ഓക്കെ, അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത്? ആദ്യം 77 എന്ന് പറയുന്ന സംഖ്യയെ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 1 കൊടുത്തു, 1 6, 6 അല്ലെ. ബാക്കി എന്ത് കിട്ടുന്നുണ്ട്? 1 17. 17ൽ 6 വരുന്നുണ്ടോ? ഉറപ്പായിട്ടും വരുന്നുണ്ട്. 17ൽ എത്ര 6 ഉള്ളത്? 2 എണ്ണം.
ശരിയല്ലേ? ഓക്കെ, അപ്പൊ 2 വന്നു കഴിഞ്ഞാൽ ഇവിടെ 12 എന്ന് നമുക്ക് എഴുതാം. ബാക്കി എത്ര കിട്ടും? ഉറപ്പായിട്ട് 5 കിട്ടും. അപ്പൊ ഈ 5-നകത്ത് 6 ഉണ്ടോ എന്ന് നോക്കാൻ എന്ത് ചെയ്യണം? ഒരു ഡെസിമൽ ഇടണം. അപ്പൊ എന്തെഴുതാ ഇവിടെ? ഒരു 0 കൊടുക്കാം. അപ്പൊ 50-ൽ എത്ര? 6 ഉണ്ട്. 6 8 48 എന്ന് കിട്ടും. ശരിയല്ലേ? 48-ൽ ബാക്കി 2 വരുന്നത് 20. 20-ൽ എത്ര 6 ഉണ്ട്? 3. കണ്ടോ? ഓക്കെ, അപ്പൊ 20-ൽ എത്ര വരുന്നുണ്ട്? 6 3 18. ബാക്കി 2 അല്ലേ? ഇനി താഴേക്കും ഇങ്ങനെ 20 തന്നെ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു? ഇത് ഇവിടെ വെച്ച് നിർത്തുകയാണ്. 12.83. നമുക്ക് എത്ര കിട്ടിയടാ? 12.83 എന്ന് കിട്ടി. ഇതിന്റെ താഴെ എന്തെഴുതാം? 6 കൊണ്ട് ഡിവൈഡ് ചെയ്തല്ലോ, ഇനി ഒരു 10 കൂടെ ഇല്ലേ? 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ദശാംശം എങ്ങോട്ടേക്ക് മാറും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇടതുഭാഗത്തേക്ക് മാറുമെന്നാണോ വലതുഭാഗത്തേക്ക് മാറുമെന്നാ? 10 കൊണ്ട് ഗുണിച്ചാൽ വലതുഭാഗത്തേക്ക്, എന്നാൽ 10 കൊണ്ട് ഹരിച്ചാൽ ഇടതുഭാഗത്തേക്ക്. അപ്പൊ നമുക്ക് കിട്ടുന്നത് 1.283 എന്നാണ്. മനസ്സിലായോ? അപ്പൊ ഈ 77-നെ 60 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് കിട്ടുന്നത് എന്താണ് കിട്ടുന്നത്? 1.283 എന്നാണ്. ഇതിനൊന്ന് ഷോർട്ട് ആക്കിയാൽ എന്ത് കിട്ടും? 1.28 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഇതിനകത്ത് ഭിന്നസംഖ്യകളുടെ അഡിഷൻ വരുന്നുണ്ട്, ഭിന്നസംഖ്യകളുടെ സങ്കലനം വരുന്നുണ്ട്, അതിനകത്ത് നമ്മൾ LCM ഉപയോഗിക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ ഭിന്നസംഖ്യയെ ഏതിലേക്ക് മാറ്റുന്നുണ്ട്? ദശാംശ രൂപത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇത്രയും പ്രവർത്തികൾ നമ്മൾ ചെയ്തിട്ടാണ് നമുക്ക് എവിടെ എത്താൻ പറ്റിയത്? ആൻസറിൽ എത്താൻ പറ്റിയത്. ഒന്ന് ശ്രദ്ധിച്ചോളൂ, നല്ലൊരു ചോദ്യമാണ്. മുൻകാലങ്ങളിൽ നമുക്ക് ഒരുപാട് സമയം നഷ്ടപ്പെടുത്തിയ ചോദ്യമാണ്. ഇനി അത് നഷ്ടം വരരുത്. അടുത്തൊരു ചോദ്യം, ഒരു സംഖ്യയുടെ 3-1 അതേ സംഖ്യയുടെ 2-1 20 കുറവാണെന്ന്. ഏതോ ഒരു സംഖ്യ അതിന്റെ 3-1 ഭാഗം എന്നത് അതിന്റെ 2-1 ഭാഗത്തേക്കാൾ 20 കുറവാണ്. എന്ത് മനസ്സിലായി അതിൽ നിന്ന്? നമുക്കെല്ലാം അറിയാം, ഏതെങ്കിലും ഒരു വിലയുടെ 3-1 ഭാഗമാണോ 2-1 ഭാഗമാണോ വലുത്? ആരാ? അതായത് ഒരു സംഖ്യയുടെ പകുതിയാണോ അതിന്റെ 3-1 വലുത്? ഉറപ്പായിട്ടും പകുതിയാ. ശരിയല്ലേ? അതുകൊണ്ട് തന്നെ 3-1 ഭാഗം എന്നത് 2-1 ഭാഗത്തെ അപേക്ഷിച്ച് ചെറുതല്ലേ? എത്ര ചെറുതാന്ന് പറയുന്നു? 20 ചെറുതാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം നമ്മുടെ കയ്യിലേക്ക് കിട്ടിയാൽ എന്താണ് അവസാനം ചോദ്യത്തിന്റെ അവസാനം എന്താണ് വരുന്നത്? ഈ സംഖ്യയുടെ 70% എത്ര എന്നാണ്. അപ്പൊ സംഖ്യ അറിയാതെ നമുക്ക് 70% കണ്ടെത്താൻ പറ്റുമോ? വലിയ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ? അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ സംഖ്യയുടെ 3-1 ഭാഗവും 2-1 ഭാഗവും തമ്മിലുള്ള വ്യത്യാസം എടുക്കുക. അപ്പൊ ഈ 2-1 ഭാഗത്തിൽ നിന്ന് 3-1 ഭാഗം ഞാനൊന്ന് കുറയ്ക്കട്ടെ. ഭിന്നസംഖ്യ തമ്മിൽ കുറയ്ക്കുകയാണ്. ഇവരെ തമ്മിൽ കുറയ്ക്കുമ്പോൾ നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ടെക്നിക്ക് ഉപയോഗിക്കാം. അതായത് താഴെ എന്താ കിട്ടുക? 3 × 2 6, 1 × 3 3, 1 × 2 2. കണ്ടോ? അപ്പൊ ഇവിടെ കിട്ടുന്നത് 1/6 എന്നാണ്. അതായത് 2-1 ഭാഗത്തിൽ നിന്ന് 3-1 ഭാഗം കുറച്ചപ്പോൾ നമുക്ക് കിട്ടിയത് 6-1 ഭാഗമാണ് അല്ലെ? ഒരു സംഖ്യയുടെ 2-1 ഭാഗത്തിൽ നിന്ന് 3-1 ഭാഗം കുറച്ചാൽ നമുക്ക് കിട്ടുന്ന സംഖ്യയുടെ എത്ര ഭാഗം ഉണ്ടാ? 6-1 ഭാഗം. അതായത് സംഖ്യയെ 6 ആയിട്ട് ഭാഗിച്ചതിൽ ഒരു ഭാഗം അല്ലെ? അത് എത്രയാണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. ഇവരുടെ വ്യത്യാസം 20 എന്ന് തന്നിട്ടില്ലേ? സംഖ്യയുടെ 6-1 ഭാഗം 20 ആണെങ്കിൽ നമുക്കിവിടെ നിന്ന് സംഖ്യ എഴുതാൻ പാടില്ലേ? അപ്പൊ സംഖ്യ എങ്ങനെ കിട്ടും എന്ന് ചോദിച്ചാൽ 20-നെ ഈ 6 കൊണ്ട് ഗുണിച്ചാ മതി. 6-ൽ 1 ഭാഗം 20 ആണ്, അല്ലെങ്കിൽ 6-ൽ 1 20 ആണെങ്കിൽ സംഖ്യ ഏത് എന്നറിയാൻ 20-നെ 6 കൊണ്ട് ഗുണിക്കുക. അപ്പൊ അതെത്രയാ? 120. സംഖ്യ 120. നമുക്ക് അതാണോ ആൻസർ? അല്ല, ഈ സംഖ്യയുടെ 70% വേണ്ടത് അല്ലെ? അപ്പൊ 120-ന്റെ 70% വേണം നിങ്ങൾ കണ്ടുപിടിക്കാൻ. 120 × 100-ൽ 70 അല്ലെ? സംഖ്യയുടെ 120 എന്ന് പറയുന്ന സംഖ്യയുടെ 70% എഴുതാൻ 120 × 100-ൽ 70. അപ്പൊ ഞാൻ ഈ സീറോസ് അങ്ങ് ക്യാൻസൽ ചെയ്ത് കളയട്ടെടാ. അപ്പൊ 12 × 7 എടുക്കുക. 12-നെ 7 കൊണ്ട് ഗുണിക്കുകയാണ്. 12 × 7 10 × 7 70, 2 × 7 14. അങ്ങനെ മൊത്തം നമുക്ക് 84 എന്ന് എഴുതാം. അപ്പൊ സംഖ്യ ഏതാണ് എന്ന് വെച്ചാൽ 120. അത് നമുക്ക് വേണ്ട.
നമുക്ക് ഈ സംഖ്യയുടെ എത്ര ശതമാനം മതി? 70% മതി. അതെത്രയാ? 84 ഉറപ്പിച്ചു. ഓക്കെ, അപ്പൊ ചെയ്ത കാര്യം എത്ര ഉള്ളൂ? ഒരു സംഖ്യയുടെ 1/3 ഭാഗവും അതിന്റെ 2/1 ഭാഗവും തമ്മിലുള്ള വ്യത്യാസം എടുത്തു. അപ്പൊ എന്താ കിട്ടിയേ? അതിന്റെ 6/1 ഭാഗം. ഈ 6/1 ഭാഗം എന്ന് പറയുന്നത് ആരായിരുന്നു? 20 ആയിരുന്നു. ഇതറിയാമെങ്കിൽ നമുക്ക് ഇതിനകത്ത് നിന്ന് എന്ത് കണ്ടെത്താം? ഇതിലെ 70% ഈസി ആയിട്ട് കണ്ടെത്താം. എങ്ങനെയാ? ഈ 6 കൊണ്ട് ഈ 20നെ ഗുണിച്ചാൽ നമുക്ക് സംഖ്യ കിട്ടും. ഈ സംഖ്യയുടെ 70% എടുത്താൽ മതി, കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ നമ്മുടെ ആൻസർ. ഓക്കെ ആണോ? ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടോ? എൻ്റെ കൂടെ ചെയ്തു വരിക. ഏതെങ്കിലും ഒരു ചോദ്യം ഒരു തവണയും കൂടെ ചെയ്യണമെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അപ്പം തന്നെ വീഡിയോ പോസ് ചെയ്യുക, എന്നിട്ട് അത് ചെയ്യുക, എന്നിട്ട് കൂടെ തന്നെ വരിക. ഈ 12 ചോദ്യങ്ങൾ ഞാൻ ഈ ക്ലാസ്സിൽ ചെയ്തു തീരുമ്പോൾ നിങ്ങൾ ചെയ്ത് തീരണം. ആ രീതിയിൽ തന്നെ പോന്നോളൂ കേട്ടോ. കാരണം ചോദ്യങ്ങളൊന്നും ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒന്നും തന്നെ ഇല്ല കേട്ടോ. അടുത്തൊരു ചോദ്യം. ഒരു റേഡിയോയ്ക്ക് 30% ഡിസ്കൗണ്ട് കഴിച്ച് വില 1750 രൂപയായാൽ റേഡിയോയുടെ യഥാർത്ഥ വില എത്രയായിരുന്നു? ഓക്കെ, ഇപ്പൊ ഒരു റേഡിയോയ്ക്ക് ഒരു വിലയുണ്ട്, ഒരു വില എഴുതി വെച്ചിട്ടുണ്ട്. അത് എത്ര രൂപയെന്ന് നമുക്കറിയില്ല. അപ്പൊ ഞാൻ പറയാണ് ഈ ഒരു റേഡിയോയുടെ യഥാർത്ഥ മൂല്യം 100% ആണ് എന്ന് പറയാം. ഓക്കെ, യഥാർത്ഥ മൂല്യത്തെ നമ്മൾ എന്ത് ചെയ്തു? 100% എന്ന് എടുത്തു. ഇതിൽ എത്ര ഡിസ്കൗണ്ട് കൊടുത്തടാ? 30% ഡിസ്കൗണ്ട് കൊടുത്തു അല്ലെ? അപ്പൊ ഇത് കൊടുത്തു കഴിഞ്ഞപ്പോ ബാക്കി ഇത് എത്ര രൂപയ്ക്കാ വിറ്റത്? 70% വിലയ്ക്കാ വിറ്റത്. യഥാർത്ഥ മൂല്യം അല്ലെങ്കിൽ കോസ്റ്റ് പ്രൈസ് എന്ന് പറയാമോ? ഇവിടെ കോസ്റ്റ് പ്രൈസ് എന്നതല്ല യഥാർത്ഥ വില. ഇവിടെ ഡിസ്കൗണ്ടിന്റെ കേസ് വരുമ്പോ യഥാർത്ഥ വിലയായിട്ട് നമ്മൾ പരിഗണിക്കുന്ന ആരെയാണ്? അതിന്റെ പരസ്യ വിലയാണ്. അറിയാലോ, പരസ്യ വിലയിൽ നിന്നാണ് നമ്മൾ എപ്പോഴും ഡിസ്കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ യഥാർത്ഥ മൂല്യം പരസ്യ വിലയായിട്ടാണ് നമ്മൾ എടുക്കുക. അത് 100% ആണ്. അതിൽ കൊടുത്ത ഡിസ്കൗണ്ട് 30. അങ്ങനെയാണെങ്കിൽ ബാക്കി വരുന്നത് ഉറപ്പായിട്ട് 70% അല്ലേ? ആണ്. അപ്പൊ ഈ 70% സൂചിപ്പിക്കുന്ന വിലയാണ് ശരിക്കും ഇവിടുത്തെ വിറ്റ വില. ഇവിടെ ഈ സാധനം വിറ്റിരിക്കുന്നത്, റേഡിയോ വിറ്റിരിക്കുന്നത് 1750 രൂപയ്ക്കാ. അതായത് 70% സൂചിപ്പിക്കുന്ന സംഖ്യയാണ് 1750 അല്ലെ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ യഥാർത്ഥ മൂല്യം കണക്കാക്കണ്ടേ? അപ്പൊ നമുക്ക് വേണ്ടത് 100% ഇവിടെ വേണ്ടത്. അപ്പൊ നമുക്ക് ഏത് കണ്ടെത്തണം? 70% എന്നത് 1750 ആണ് എങ്കിൽ അതിൽ നിന്ന് 100% കണ്ടെത്താമോ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ചെയ്യേണ്ടത്രേ ഉള്ളൂ, 1750 എന്ന സംഖ്യയെ അതിന്റെ ശതമാനമായ 70 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ 100% വില ഉണ്ടായിരുന്നതിൽ 30% ഡിസ്കൗണ്ട് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു? വിറ്റ വില 70% എന്ന് എടുത്തു. ഈ 70% എന്ന് പറയുന്നത് എത്ര രൂപയാ? 1750 ആണ്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഇതിന്റെ യഥാർത്ഥ മൂല്യം അല്ലെങ്കിൽ പരസ്യവില 100% കണ്ടെത്താമോ? അതിന് ചെയ്യേണ്ടത് ഈ 1750നെ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? 70 കൊണ്ട്, അതിന്റെ ശതമാനമായ 70 കൊണ്ട് ഡിവൈഡ് ചെയ്ത ശേഷം 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഈ ഒരു 0 ക്യാൻസൽ ചെയ്തു. 175നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 175നെ നമുക്ക് എന്ത് ചെയ്യാം? 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 175 എന്ന് പറയുന്ന സംഖ്യ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 17ൽ എത്ര 7 ഉണ്ടാ? 2 എണ്ണം. അപ്പൊ 14 ആയി. ബാക്കി ഒരു 3 വരൂലേ ഇവിടെ? അപ്പൊ 3ഉം 5ഉം കൂടെ ചേർത്ത് വായിച്ചാൽ 35 എന്ന് കിട്ടൂലേ? 35ൽ എത്ര 7? 5. അപ്പൊ 2ഉം 5ഉം. ഓക്കെ, ഇനി എന്ത് ചെയ്യാ? ഇവിടുത്തെ 2 0 കൂടി ഇവിടെ ചേർത്തിട്ട് കൊടുക്കുക, കഴിഞ്ഞു. കണ്ടോ? അപ്പൊ ഇതിന്റെ യഥാർത്ഥ മൂല്യം അല്ലെങ്കിൽ മാർക്കറ്റ് പ്രൈസ്, പരസ്യ വില എന്നൊക്കെ പറഞ്ഞാൽ എന്താണത്? 2500 രൂപയായിരുന്നു. അപ്പൊ 2500 രൂപ വിലയുള്ള സാധനമാണ് എന്ത് ചെയ്തത്? 30% ഡിസ്കൗണ്ടിൽ 1750ന് ഇവിടെ വിറ്റിരിക്കുന്നത്. തെറ്റുവോ? തെറ്റരുത്. 2 തവണ വേണമെങ്കിൽ ഇപ്പൊ കൂടെ തന്നെ എഴുതി പഠിച്ചോ. ഇപ്പൊ തന്നെ കൂടെ അങ്ങ് എഴുതി പഠിച്ചോ. ഇതിന് ഇനിയിപ്പോ അധികം സമയം കളയരുത്. അടുത്തൊരു ചോദ്യം. ഒരാൾ 250 രൂപ 8% സാധാരണ പലിശയ്ക്ക് 12 വർഷത്തേക്കും 9% സാധാരണ പലിശയ്ക്ക് 16 വർഷത്തേക്കും നിക്ഷേപിക്കുന്നു എങ്കിൽ പലിശ തമ്മിലുള്ള അന്തരം എത്ര എന്ന് ചോദിക്കുകയാണ്. നല്ല ചോദ്യമാണ്. സാധാരണഗതിയിൽ നമ്മൾ ഇത് എങ്ങനെയാ ചെയ്യുക? 250 രൂപയുണ്ട്, ഇതിന് 8% നിരക്കിൽ 12 വർഷത്തെ പലിശ കണ്ടുപിടിക്കും. I = PNR/100. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് കഴിഞ്ഞിട്ട് ഇതേ 250 രൂപയ്ക്ക് തന്നെ 9% നിരക്കിൽ 16 വർഷത്തേക്കുള്ള പലിശയും നമ്മൾ കണ്ടുപിടിക്കും.
എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇവരുടെ വ്യത്യാസം എടുത്തെഴുതും. ഇതാണ് സർവ്വസാധാരണമായിട്ട് നമ്മൾ ചെയ്യുന്നത്. എന്നാൽ ഞാനിവിടെ അങ്ങനെ ചെയ്യുന്നില്ല. ഇത് 2 സ്കീമാണ്. ആദ്യത്തെ സ്കീമിൽ 8% സാധാരണ പലിശയല്ലേടാ? 1 വർഷത്തേക്ക് 8%. അപ്പൊ 2 വർഷത്തേക്ക് ആവുമ്പോഴോ 16%. 3 വർഷത്തേക്ക് ആവുമ്പോഴോ 24%. 4 വർഷത്തേക്ക് ആവുമ്പോഴോ 32. ആ രീതിയിൽ 8% നിരക്കിൽ 12 വർഷത്തേക്ക് ആയപ്പോൾ ആകെ എത്ര ശതമാനമായി എന്ന് നോക്കുക. 8% നിരക്കിൽ 12 വർഷത്തേക്ക് ആകെ പലിശ 96%. ഓക്കെ, ഇനി അടുത്ത സ്കീമിലേക്ക് വന്നപ്പോ അവിടെ 9% സാധാരണ പലിശ. 1 വർഷത്തെ പലിശ 9. അപ്പൊ 1 വർഷം കൂടെ ആകുമ്പോൾ അത് 18 ആവും. അടുത്ത വർഷം കൂടെ ആകുമ്പോൾ അത് എത്രയാവും? 27. അങ്ങനെയാണ് പോവുക. അങ്ങനെയാണെങ്കിൽ 9% നിരക്കിൽ 16 വർഷത്തേക്ക് ആയപ്പോ എത്ര ശതമാനമായടാ? 9 × 16. 9 × 16 എത്രയാ? 144%. അപ്പൊ 8% നിരക്കിൽ 12 വർഷമായപ്പോ 8 × 12 96. 9% നിരക്കിൽ 16 ആയപ്പോ അത് 144 ആണല്ലോ. അപ്പൊ ഫസ്റ്റ് സ്കീമിൽ ആകെ പലിശ 96%, സെക്കൻഡ് സ്കീമിൽ ആകെ പലിശ 144%. അല്ലെ? അപ്പൊ അവിടുത്തെ വ്യത്യാസം നമുക്ക് എഴുതാമല്ലോ. എങ്ങനെയാ? 144 മൈനസ് 96. ഇത് കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 48% എന്നല്ലേടാ? മതി, ഇത്രയേ ഉള്ളൂ. അപ്പൊ 96%വും 144% തമ്മിലുള്ള വ്യത്യാസം എത്രയാ? 48%. എത്രയാ എമൗണ്ട്? ഓക്കെ, അപ്പൊ പലിശയിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യാ? ഈ 250 രൂപയുടെ എത്ര ശതമാനം മാത്രം എടുക്കുക? 48% മാത്രം എടുത്തെഴുതുക. 250ന്റെ 48% മാത്രം എഴുതുക. അപ്പൊ 250 × 48 അല്ലെ? അപ്പോ നമുക്കറിയാം ഇവിടെ ഒരു 0, ഇവിടെ ഒരു 0 വെട്ടിക്കളയാം. 48 × 25. ഏതൊരു സംഖ്യ 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം ഒരു പരിപാടി ഉണ്ട്, അറിയോ? 48നെ 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. നിങ്ങൾ എന്താ ചെയ്യുക? ഗുണിച്ചെഴുതും അല്ലേ? പകരം 48ന്റെ പകുതിയുടെ പകുതി എടുത്തെഴുതുക. 48ന്റെ പകുതിയുടെ പകുതി എടുത്തെഴുതുക. 48ന്റെ പകുതി എത്രയാ? 24. അതിന്റെ പകുതി എത്രയാ? 12. ഇത് എഴുതാമല്ലോ. എന്നിട്ട് ഇതിന്റെ കൂടെ 2 0 കൂടെ ഇട്ട് കൊടുത്താൽ മതി. അതായത് 25 കൊണ്ട് ഗുണിക്കുന്നതിന് പകരം 100/4 കൊണ്ട് ഗുണിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ സങ്കല്പം. അപ്പൊ സംഖ്യയുടെ പകുതിയുടെ പകുതി എടുത്തു, 2 0 ഇട്ടു. ഇനി എന്ത് ചെയ്യാ? ഇതിന്റെ താഴെ ഒരു 10 ഇല്ലേ? ഈ 10 കൂടെ ഇവിടെ നിന്ന് വെട്ടിക്കളഞ്ഞാൽ ബാക്കി നമ്മുടെ നമ്പറായി. എത്രയാ? 120 രൂപയാണ് പലിശയിലെ വ്യത്യാസം. അപ്പൊ ഈ 2 സ്കീമിൽ നിന്നുമായിട്ട് 250 രൂപയ്ക്ക് കിട്ടിയ പലിശയിൽ നിന്നുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ എത്രയാടാ? 120. ഫിനിഷ്. ഇത്രേ ഉള്ളൂ. മനസ്സിലായോ? ആദ്യം നമ്മൾ 96%, പിന്നെ 144, വ്യത്യാസം 48. ഇനി നിങ്ങൾ കണ്ടുപിടിക്കേണ്ട 250ന്റെ എത്ര ശതമാനം? 48%. എന്ന് വെച്ചാൽ എത്രയാ? അത് 120 ആണ്. ഓക്കെ, അടുത്തൊരു ചോദ്യം. ഇത് അംശബന്ധത്തിൽ നിന്നുള്ള ചോദ്യമാണ്. ഓക്കെ, ഇത് നമ്മുടെ LDC പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള, റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള മോഡലാണ്. 3 കാറുകളുടെ വേഗതകളുടെ അംശബന്ധം. ഓക്കെ, 3 കാറുകളുണ്ട്, അവയ്ക്ക് 3നും പ്രത്യേകം വേഗതകളുണ്ട്. അംശബന്ധം 3:4:5 ആണ്. ഒരു നിശ്ചിത ദൂരം സഞ്ചരിക്കാൻ അവരെടുക്കുന്ന സമയത്തിന്റെ അംശബന്ധം എത്രയാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, സമയവും വേഗതയും അനുപാതത്തിലാണ്. എന്തനുപാതമാണ് അത്? വിപരീത അനുപാതമാണ്. ഓക്കെ, സമയത്തിന്റെയും വേഗതയുടെയും അനുപാതം ഇവർ തമ്മിൽ ഒരിക്കലും സമാനുപാതത്തിലല്ല, വിപരീത അനുപാതത്തിലാണ്. കാരണം സമയം കൂടുന്തോറും വേഗത കുറയും, അല്ലെ? അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുക, വേഗത കൂടുന്തോറും സമയം കുറയും, വേഗത കുറയും തോറും സമയം കൂടും, അങ്ങനെയല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ തന്നിരിക്കുന്ന വേഗതയുടെ അംശബന്ധമാണ്. സ്പീഡിന്റെ അംശബന്ധം തന്നിരിക്കുന്നത് എങ്ങനെയാ? 3:4:5 എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് സമയത്തിന്റെ ഒരു നിശ്ചിത ദൂരം ഇതേ വേഗതകളിൽ സഞ്ചരിക്കാൻ എടുക്കുന്ന സമയത്തിന്റെ അംശബന്ധം ചോദിച്ചാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇത് എന്ത് പ്രപ്പോർഷൻ ആണ്? വിപരീത അനുപാതം അഥവാ ഇൻവേഴ്സ് പ്രപ്പോർഷൻ ആണ്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 1/3 1/4 1/5 എന്ന തരത്തിൽ എടുക്കുക. ഇതാണ് ഇവർ തമ്മിലുള്ള അംശബന്ധം കേട്ടോ. അപ്പൊ വേഗതകൾ തമ്മിലുള്ള അംശബന്ധം 3:4:5 ആണെങ്കിൽ
സമയം തമ്മിലുള്ള അംശബന്ധത്തെ നമുക്ക് 1/3 1/4 1/5 എന്ന് എടുക്കാം. ഇത് ഇത്രയും നിങ്ങൾ കഷ്ടപ്പെടണ്ട. ഈ 1/3 1/4 1/5 എന്ന് പറയുന്നത് ഓപ്ഷനകത്ത് കാണുന്നില്ല. ഇതെങ്ങനെയാണ് ഇതിനെ പൂർണ്ണസംഖ്യകളാക്കി മാറ്റുന്നത് എന്ന് വെച്ചാൽ ശരിക്കും LCM എടുത്ത് ഗുണിക്കുക എന്നുള്ളതാണ്. ഓക്കെ, 3ന്റെയും 4ന്റെയും 5ന്റെയും LCM എടുക്കുക, എന്നിട്ട് ഇതിലേക്ക് ഗുണിച്ചു ചേർക്കുക എന്നുള്ളതാണ്. നമ്മൾ അത്രയൊന്നും ചെയ്യാൻ പോകുന്നില്ല. ഓക്കെ, പകരം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ആദ്യത്തെ വാല്യൂ കണ്ടെത്താൻ എന്ത് ചെയ്യണമെന്ന് അറിയോ? രണ്ടാമത്തേതിന്റെയും മൂന്നാമത്തിന്റെയും ഛേദം ഗുണിച്ചെഴുതുക. ഓക്കെ, ഇവിടെ ഒന്നായതുകൊണ്ടാണ്, എല്ലാ സ്ഥലത്തും ഒന്നായതുകൊണ്ടാണ്. അംശത്തിൽ വേറെ സംഖ്യ വരുമ്പോൾ ഇത് മാറും കേട്ടോ. ഇപ്പൊ തൽക്കാലം ഒന്നായതുകൊണ്ട് ഈ മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. വേറെ സംഖ്യയാണ് വരുന്നതെങ്കിൽ ആ സംഖ്യയോടൊപ്പം നമ്മൾ ആരെ ഗുണിക്കേണ്ടി വരും? ഈ ഛേദങ്ങളെ ഗുണിക്കേണ്ടി വരും. ഇപ്പൊ തൽക്കാലം എല്ലാ സ്ഥലത്തും ഒന്നായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ആദ്യത്തെ സ്പേസിൽ ആരെ കൊടുക്കുക? ഈ 4നെയും 5നെയും കൂടെ ഗുണിച്ചിട്ട് 20 എന്ന് എഴുതുക. അടുത്ത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ, അടുത്ത് എന്താ ചെയ്യേണ്ടേ? രണ്ടാമത്തെ സ്പേസ് ആണല്ലോ ഫില്ല് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ആദ്യത്തെ ഛേദവും മൂന്നാമത്തെ ഛേദവും തമ്മിൽ ഗുണിക്കുക. 3 × 5 15. ഓക്കെ, ഇനി മൂന്നാമത്തെ സ്പേസ് ഫില്ല് ചെയ്യാൻ എന്ത് ചെയ്യുക? മൂന്നാമത്തെ ഛേദം മാത്രം എടുക്കണ്ട, ബാക്കി രണ്ടുപേരെ എടുക്ക്. ഈ 3നെയും 4നെയും 3 × 4 12. കണ്ടോ, ഇതാണ് ഇവിടുത്തെ ആൻസർ. 20:15:12 20:15:12. ഇത്ര സിമ്പിൾ ആണ് ഈ ചോദ്യം. പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഒന്നുകിൽ ഇത് തെറ്റിച്ചു നോക്കും, അല്ലെങ്കിൽ ഈ അംശബന്ധം പണ്ടേ നമുക്ക് ഇഷ്ടമല്ലല്ലോ, ഇതിന്റെ മാർക്ക് നമുക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടോടും. ആർക്കാ നഷ്ടം? നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം. ഓക്കെ, അപ്പൊ ഈ ഒരു ചോദ്യം നിങ്ങൾ ഇതുപോലെ ഭിന്നസംഖ്യ ആക്കി വെറുതെ സമയം കളയണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. ഇത്തരത്തിലൊരു ചോദ്യം കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ, ഇപ്പൊ 3:4:5ന്റെ ഇൻവേഴ്സ് പ്രപ്പോർഷൻ ആണല്ലോ നിങ്ങൾക്ക് എടുക്കേണ്ടത്. അപ്പൊ ഇതിന്റെ ഇൻവേഴ്സ് പ്രപ്പോർഷൻ, അല്ലെങ്കിൽ ഇത് സ്പീഡാണ്, ഇവിടെ നിന്ന് നമുക്ക് എവിടേക്കാണ് പോകേണ്ടത്? ടൈമിന്റെ പ്രപ്പോർഷൻ എഴുതാൻ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? ആദ്യത്തെ സ്പേസിൽ ഇവരെ രണ്ടുപേരെയും ഗുണിച്ചെഴുതുക. 4ഉം 5ഉം കൂടെ ഗുണിച്ചിട്ട് 20 എന്ന് എഴുതുക. അപ്പൊ ഭിന്നസംഖ്യ വേണ്ട. രണ്ടാമത്തെ സ്പേസിൽ ഈ 3ഉം ഈ 5ഉം കൂടെ ഗുണിക്കുക. 3 × 5 അല്ലെ, ആദ്യം നമ്മൾ 4ഉം 5ഉം ഗുണിച്ച പോലെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? 3ഉം 5ഉം ഗുണിക്കുക. 3ഉം 5ഉം കൂടെ ഗുണിച്ചിട്ട് എത്ര എന്ന് എഴുതുക? 15 എന്ന് എഴുതുക. അടുത്ത സ്പേസിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ 3ഉം 4ഉം കൂടെ ഗുണിക്കുക. 3ഉം 4ഉം കൂടെ ഗുണിച്ചിട്ട് എത്ര എന്ന് എഴുതുക? 12. അപ്പൊ 20 15 12 കഴിഞ്ഞു. മനസ്സിലായോ? ഇതെന്താണ്? സമയം തമ്മിലുള്ള, ഒരു നിശ്ചിത ദൂരം പിന്നിടാനുള്ള സമയം തമ്മിലുള്ള അംശബന്ധമാണ്. ഈസി അല്ലേ? യെസ്, ഇത്രയൊക്കെ ഉള്ളൂ ചോദ്യങ്ങൾ, ഇത്രയൊക്കെ ഉള്ളൂ. ഇതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരുപാട് വലിയ സംഗതികളായിട്ട് കണക്കൂട്ടി വെക്കുന്നത്. ഓക്കെ, അടുത്തൊരു ചോദ്യം. ഒരു സൈക്കിൾ 5 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ 25 മിനിറ്റ് എടുത്തു. ഇതേ വേഗതയിൽ 3.5 കിലോമീറ്റർ സഞ്ചരിക്കാൻ എടുക്കുന്ന സമയം എത്ര? ഇതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ആദ്യത്തെ സെറ്റ് എന്തായിരുന്നു? 5 കിലോമീറ്റർ സഞ്ചരിക്കാൻ എത്ര സമയം എടുത്തു? 25 മിനിറ്റ് സമയം എടുത്തു. അങ്ങനെയാണെങ്കിൽ 3.5 കിലോമീറ്റർ സഞ്ചരിക്കാൻ എത്ര മിനിറ്റ് എന്ന് നമുക്ക് അറിയില്ല. ഇതൊരു ടേബിൾ ആയിട്ട് അങ്ങ് വിചാരിക്കുക. 5 കിലോമീറ്ററിന് 25 മിനിറ്റ്, അങ്ങനെയാണെങ്കിൽ 3.5 കിലോമീറ്ററിന് എത്രയെന്ന് നമുക്കറിയില്ല. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ദാ ഇങ്ങനെ ക്രോസ് ചെയ്യുക. ഇങ്ങനെ ക്രോസ് ചെയ്ത് ചിന്തിക്കുക. അതായത് ഇവിടുത്തെ 3.5യും ഇവിടുത്തെ 25ഉം ജസ്റ്റ് ഒന്ന് ഗുണിച്ചെഴുതുക. ഏതൊക്കെയാ? 25 × 3.5 ഗുണിച്ചെഴുതുക. ശേഷം ഇവിടെ ഒരാൾ ഒറ്റയ്ക്ക് കിടപ്പില്ലേ 5, ഈ 5 കൊണ്ട് ഇവിടെ ഡിവൈഡ് ചെയ്യും. അപ്പൊ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? 25നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5 എന്ന് കിട്ടും. 5 × 3.5 മാത്രം എടുത്താൽ മതി. 5 × 3 15, 5 × 1/2 2.5. അങ്ങനെ മൊത്തം നമുക്ക് എന്ത് പറയാം? 17.5 എന്ന് പറയാം. ഇത്രയേ ഉള്ളൂ. പിടികിട്ടിയോ? അപ്പൊ 5 കിലോമീറ്ററിന് 25 മിനിറ്റ് ആണെങ്കിൽ 3.5 കിലോമീറ്ററിന് എത്ര സമയം എന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. എന്ത് ചെയ്യുക? ഒരു വരയിടുക. എങ്ങനെ? ക്രോസ് ചെയ്തിട്ട് ഈ 3.5യും 25 തമ്മിൽ ഗുണിക്കുക. ശേഷം ഇവിടെ തന്നിരിക്കുന്ന 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. കഴിഞ്ഞു. മനസ്സിലായോ? ഇവിടെ ഒറ്റയ്ക്കുള്ള ആൾ ആരാ? ഇതിന് ജോഡിയാണ് ഈ 5 അല്ലേ? അപ്പൊ ആ 5ന് ജോഡി ഇല്ലാത്ത കാരണം ആ സംഖ്യ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുക? താഴേക്ക് അങ്ങ് ഡിവൈഡ് ചെയ്യുക. അത്രേ ഉള്ളൂ. ക്ലിയർ? അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്താ ചെയ്തത്? 25നെ 3.5 കൊണ്ട് ഗുണിച്ചു, ശേഷം 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയത് ഒരു 5ആണ്. 5നെ 3.5നോട് ഗുണിച്ചപ്പോൾ നമുക്ക് കിട്ടിയത് 17.5 അല്ലെങ്കിൽ 17.5 മിനിറ്റ് എന്നാണ്. സിമ്പിൾ അല്ലേ? ഇത്രയേ ഉള്ളൂ. ഇതിനപ്പുറം ഒന്നും നമുക്ക് വരാനേ സാധ്യതയില്ല എന്ന് പറയാൻ പറ്റുമോ?
വരാൻ സാധ്യതയുണ്ട്. പക്ഷെ ഓരോ ചോദ്യത്തെയും നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ ലഘൂകരിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഓരോ ടോപ്പിക്കും ഓരോ രീതിയിലായിരിക്കും ഓരോരുത്തർക്ക്, എല്ലാവർക്കും ഒരുപോലെ പെട്ടെന്ന് ദഹിക്കണമെന്നില്ല. അപ്പൊ എന്ത് ചെയ്യുക, അത് ഓരോന്നും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ കലക്കി എടുക്കുക അല്ലേ. യെസ്. അടുത്തൊരു ചോദ്യം, എയും ബിയും കൂടി 5 മിനിറ്റിൽ 40 പേജുകൾ ടൈപ്പ് ചെയ്യുന്നു. എ മാത്രമായി 4 മിനിറ്റിൽ 4 പേജുകൾ ടൈപ്പ് ചെയ്യുന്നു എങ്കിൽ മിനിറ്റിൽ ബി മാത്രമായി എത്ര പേജുകൾ ടൈപ്പ് ചെയ്യും എന്നാണ്. ഇതിനകത്ത് 1 മിനിറ്റിൽ കൂടുതൽ വന്നിട്ടുണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. ഓക്കെ, എങ്കിൽ മിനിറ്റിൽ, അതായത് 1 മിനിറ്റിൽ ബി മാത്രമായി എത്ര പേജുകൾ ടൈപ്പ് ചെയ്യും എന്നുള്ളതാണ് അല്ലെ. നോക്കടാ, എയും ബിയും കൂടി 5 മിനിറ്റിൽ 40 പേജ് ടൈപ്പ് ചെയ്യൂലേ? ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഈ 40 പേജിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യട്ടെ. അപ്പൊ എത്ര കിട്ടും? 8 പേജ് എന്ന് കിട്ടും അല്ലേ. എത്ര പേജസ് ആണ്? 40 പേജസിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, കാരണം 5 മിനിറ്റിൽ 40 പേജ് ആണെങ്കിൽ 1 മിനിറ്റിൽ എത്ര പേജാണ്? 8 പേജ്. ആരൊക്കെ? എയും ബിയും കൂടി ടൈപ്പ് ചെയ്യും. ഇത് നിങ്ങൾക്ക് എഴുതാൻ ബുദ്ധിമുട്ടുണ്ടോ? എയും ബിയും കൂടി 1 മിനിറ്റിൽ എത്ര പേജ് ടൈപ്പ് ചെയ്യും? 8. എന്താ കാരണം? 5 മിനിറ്റിൽ 40 ടൈപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ 1 മിനിറ്റിൽ എത്ര ടൈപ്പ് ചെയ്യാൻ പറ്റണം? 8 പേജ് ടൈപ്പ് ചെയ്യാൻ പറ്റണം. ഇനി എ മാത്രം എന്ത് ചെയ്യുന്നുണ്ട്? 4 മിനിറ്റിൽ 20 പേജ് ടൈപ്പ് ചെയ്യുന്നു. അപ്പൊ എ മാത്രം എന്ത് ചെയ്യുന്നുണ്ട്? 4 മിനിറ്റിൽ 20. അപ്പൊ ഞാൻ 20നെ 4 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യാൻ പോവാം. അപ്പൊ എന്ത് കിട്ടും? 5 എന്ന് കിട്ടൂലേടാ. അപ്പൊ എക്ക് 1 മിനിറ്റിൽ എത്ര ടൈപ്പ് ചെയ്യാൻ പറ്റും? എക്ക് 1 മിനിറ്റിൽ 5 പേജ് ടൈപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ 1 മിനിറ്റിൽ എയും ബിയും കൂടി 8 പേജ് ടൈപ്പ് ചെയ്യും അല്ലേ. അതേപോലെ തന്നെ എ ആണെങ്കിലോ 1 മിനിറ്റിൽ 5 പേജ് ടൈപ്പ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ബാക്കി വരുന്ന ഒരു 3 പേജ് ഇല്ലേടാ. ഈ 8 പേജ് രണ്ടുപേരും കൂടെ ടൈപ്പ് ചെയ്യുമ്പോൾ 5 പേജ് ആരൊറ്റയ്ക്ക് ചെയ്യുന്നുണ്ട്? എ ചെയ്യുന്നുണ്ടെങ്കിൽ ബാക്കി ഒരു 3 പേജില്ലേ 8ല്? ആ 3 പേജ് ആർക്കുള്ളതാ? അത് ബി ചെയ്യുന്നതാ. കഴിഞ്ഞു. പകരം നമ്മൾ ഇവിടെ എന്ത് ചെയ്യുമെന്ന് അറിയോ? ആവശ്യമില്ലാതെ LCM എടുക്കല്, അല്ലാതെ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെന്ത് ചെയ്യും? 1/40, 1/20 എഴുതല്, അങ്ങനത്തെ ഒരുപാട് പരിപാടികൾ നമ്മൾ ചെയ്യാറുണ്ട്. അങ്ങോട്ടൊന്നും പോകരുത്. ജസ്റ്റ് നോക്കുക, എയും ബിയും കൂടി ആദ്യം ചെയ്ത പ്രവൃത്തി എന്താ ചെയ്തേ? 5 മിനിറ്റിൽ 40 പേജ്. അങ്ങനെയാണെങ്കിൽ ഇത് 1 മിനിറ്റിൽ നമ്മൾ 8 പേജ് എന്ന് കണ്ടെത്തിയല്ലോ. ഇനി എ മാത്രം 4 മിനിറ്റിൽ 20 പേജ് ടൈപ്പ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ 1 മിനിറ്റിൽ എത്ര പേജാ? 5 പേജ്. അപ്പൊ നമുക്കറിയാം 8 പേജ് രണ്ടുപേരും കൂടി, അതിൽ എ മാത്രം 5 പേജ് എങ്കിൽ ബാക്കി വരുന്ന 3 പേജിന്റെ അവകാശി ആരാ? അത് ഉറപ്പായിട്ടും ബി ആയിരിക്കും. അതുകൊണ്ട് ബിക്ക് നമ്മൾ ആ 3 പേജ് അങ്ങ് കൊടുത്തു. കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ അല്ലെ. ഇത് വർക്ക് ആൻഡ് ടൈം എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യമാണ് കേട്ടോ. LDC പരീക്ഷയിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന മോഡലാണ്. ഇതേ ചോദ്യം റിപ്പീറ്റ് ചെയ്തു എന്നല്ല, ഇതേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ശ്രദ്ധിക്കണേ. അടുത്തൊരു ചോദ്യം, ഒരു സ്ഥാപനത്തിലെ 19 ജോലിക്കാരുടെ ശരാശരി ശമ്പളം 5000 രൂപ. മാനേജറുടെ ശമ്പളം കൂടി ചേർക്കുകയാണേ. ശമ്പളം 10000 രൂപയാണ്. അപ്പൊ ആകെ 20 പേരുടെയും കൂടെ ശരാശരി ശമ്പളം എത്രയെന്നാണ്. ഓക്കെ, എന്ന് വെച്ചാൽ മാനേജർ ഉൾപ്പെടെയുള്ള ആകെ ജീവനക്കാരുടെ ശമ്പളം എത്ര. അപ്പൊ നമുക്ക് ഈ 19 ജീവനക്കാരുടെ ശരാശരി ശമ്പളം 5000 ആയതുകൊണ്ട് ഇവരുടെ തുക എന്ന് പറയുന്നത് 19 × 5000 അല്ലെ. എത്ര എന്ന് എഴുതാം? 95000 അല്ലെങ്കിൽ 95000 എന്ന് എഴുതാം. ഓക്കെ, ഇതിനകത്ത് മാനേജർ കൂടി ഉൾപ്പെടുന്നു. മാനേജറുടെ ശമ്പളം 10000 രൂപ എന്ന് പറഞ്ഞു. അപ്പൊ 10000 കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്തു. അപ്പൊ ഇപ്പൊ ആകെ ജീവനക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് 20 ആയോ? ഇവരുടെ എല്ലാവരുടെയും കൂടെ ശമ്പളം എന്ന് പറയുന്നത് 1,50,000 ആയി മാറിയോ? മാറി. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ശരാശരി ശമ്പളം ആവറേജ് എത്രയാന്ന് വെച്ചാൽ 1,50,000-നെ 1,50,000-നെ നമ്മൾ ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? 20 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 1,50,000-നെ 20 കൊണ്ട്. അപ്പൊ ഞാനിത് ക്യാൻസൽ ചെയ്തു, ഇത് ക്യാൻസൽ ചെയ്തു. ഇപ്പൊ നമുക്ക് എന്താ കിട്ടിയേ? 10,500 കിട്ടിയില്ലേ? എന്റെ പകുതി എടുത്താൽ മതി. അപ്പൊ എത്രയാ? 5,250. ഇത്രയേ ഉള്ളൂ. ഇത് നമ്മൾ തുക എടുത്തിട്ടാണ് ചെയ്തത്. എങ്ങനെയാ? 19 പേരുടെയും തുക എടുത്തു, അതിലേക്ക് മാനേജറെ കൂടി ചേർത്തു, എന്നിട്ട് ആകെ തുക എടുത്തു, എന്നിട്ട് എല്ലാവർക്കുമായിട്ട് ആകെ 20 പേർക്കുമായിട്ട് വീതിച്ചു കൊടുത്തു അല്ലെ. ഇത് ഇത്രയൊന്നും കഷ്ടപ്പാടില്ലാതെ ചെയ്യുന്നത് എങ്ങനെയാ? എടാ, 19 ജീവനക്കാർക്ക് 5000 ശമ്പളം ഉണ്ടല്ലോ.
മാനേജറെയും കൂടി എന്താക്കുക, 5000 ശമ്പളമുള്ള ഒരാളാക്കി മാറ്റുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും? 20 പേരുടെയും ശരാശരി എത്രയായിട്ട് മാറും? 5000 ആയിട്ട് മാറും. 19 പേർക്ക് ശരാശരി 5000 ആണല്ലോ. അപ്പൊ നമ്മൾ ഈ മാനേജറുടെ ശമ്പളം കൂടി എത്രയാക്കി അങ്ങ് മാറ്റുക? 5000. അപ്പൊ മാനേജറെയും കൂടെ ചേർത്ത് 20 പേർക്കും എത്രയാടാ? 5000 ആയോ? ഇനി ബാക്കി ഒരു 5000 ഇല്ലേ? മാനേജറിൽ നിന്ന് നമ്മൾ പിടിച്ചെടുത്ത 5000 അല്ലെ? അപ്പൊ ഈ 10000 ശമ്പളമുള്ള മാനേജറിൽ നിന്ന് നമ്മൾ 5000 പിടിച്ചെടുത്തിട്ടാണ് അദ്ദേഹത്തെ ഏതിലേക്ക് ചേർത്തത്? ഈ 19 പേരുടെ കൂട്ടത്തിൽ ചേർത്ത് 20 ആക്കിയത്. അപ്പൊ നമ്മൾ ഈ പിടിച്ചെടുത്ത 5000 ഇനി എന്ത് ചെയ്യുക? എല്ലാവർക്കും ഈക്വൽ ആയിട്ട് പങ്കിടുക. ഈ 5000 എല്ലാവർക്കും ഈക്വൽ ആയിട്ട് പങ്കിടുക എന്ന് വെച്ചാൽ 20 പേർക്ക് ഈക്വൽ ആയിട്ട് പങ്കിടണ്ടേ? അപ്പൊ 5000ത്തിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? 20 പേർക്കും ഈക്വൽ ആയിട്ട് പങ്കിടുമ്പോ ഓരോരുത്തർക്കും 250 കിട്ടൂലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഈ 5000ത്തിനോടൊപ്പം ശരാശരിയോടൊപ്പം 250 ചേർത്താൽ മതി. കാരണം നമ്മൾ മാനേജറിൽ നിന്ന് മാറ്റി വെച്ച 5000ത്തിനെ എല്ലാവർക്കും ഈക്വൽ ആയിട്ട് പങ്കിട്ടു. അപ്പൊ 5000 പ്ലസ് 250 5250. കണ്ടോ? ഇങ്ങനെയും ചെയ്യാം. മുകളിൽ നമ്മൾ തുക എടുത്ത് ചെയ്ത പോലെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? എക്സ്ട്രാ വരുന്ന തുക എല്ലാവർക്കും വീതം വെച്ച് കൊടുത്തിട്ടും ഇത് കണ്ടെത്താം. ഇതാണ് നമ്മുടെ ആൻസർ. കിട്ടിയോ? ചെയ്യാൻ പറ്റുന്നുണ്ടോ? എല്ലാവർക്കും ക്ലിയർ ആണേ? യെസ്. അങ്ങനെയാണെങ്കിൽ മറ്റൊരു ചോദ്യം. ഇത് എക്സ്പോണൻസ് അല്ലെങ്കിൽ കൃത്യംഗ നിയമങ്ങൾ എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഉണ്ട് നമ്മുടെ പരീക്ഷകളിൽ. ആ ഭാഗത്തു നിന്നുള്ള ചോദ്യമാണ്. ഇവിടെ പക്ഷെ ഒരുപാട് ഫാക്ടേഴ്സ് നമ്മൾ ആശ്രയിക്കേണ്ടി വരും കേട്ടോ. അപ്പൊ തന്നിരിക്കുന്നത് 0.008 ഹോൾ റൈസ് ടു -30 എന്നാണ് അല്ലെ? അപ്പൊ ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കേണ്ട കൃത്യംഗ നിയമം ഏതാന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും പഠിക്കാറുണ്ട്. a⁻n എന്ന് പറയുന്നതിനെ നമുക്ക് 1/a⁻n എന്ന് എഴുതാൻ പറ്റും എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെ? ഏതോ ഒരു സംഖ്യയുടെ പവറിൽ നെഗറ്റീവ് പവർ വന്നാൽ അല്ലെങ്കിൽ നെഗറ്റീവ് വാല്യൂ വന്നു കഴിഞ്ഞാൽ അതിന് എന്ത് ചെയ്താൽ മതി? നെഗറ്റീവ് മാറ്റാൻ ഇതിനെ നേരെ റെസിപ്രോക്കൽ ഇട്ടാൽ മതി. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓർത്താലും മതി. 1/a⁻n എന്ന് വെച്ചാൽ എന്താണ്? a⁻n എന്നതാണ്. ഈ ഒരു റൂൾ നമ്മൾ പ്രധാനമായിട്ട് ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. വേറെ റൂൾസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ നിലവിൽ നമ്മുടെ കയ്യിലുള്ള ഒരു ഡെസിമൽ നമ്പറാണ്. പക്ഷെ നമുക്ക് ഉത്തരം കിട്ടേണ്ടത് പൂർണ്ണസംഖ്യ. അപ്പൊ ഈ ഡെസിമൽ സ്ട്രക്ചർ ഒന്ന് മാറ്റണം. നിലവിൽ നമ്മുടെ കയ്യിലുള്ള നമ്പർ ആരാ? 0.008 എന്നല്ലേ? ഇതിനെ തന്നെ ഞാനൊന്ന് മാറ്റിയിട്ടെ 8/1000 എന്നെഴുതിയാൽ നിങ്ങൾക്ക് പ്രശ്നമുണ്ടോ? മനസ്സിലായോ? 0.008നെ ഞാൻ 8/1000 എന്ന് എഴുതിക്കോട്ടെ. കുറച്ചുകൂടെ ഞാൻ ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ആണെങ്കിൽ 8നെ 1000നെ നമ്മൾ ഡിവൈഡ് ചെയ്താൽ എന്തെഴുതാം? 1/125 എന്നെഴുതിക്കൂടെ? ഓക്കെ, 1/125 എന്നെഴുതാം. അതായത് 0.008 എന്ന് എഴുതുന്നതിന് പകരമാണ് നമ്മൾ എന്ത് എഴുതിയത്? 1/125 അല്ലെ? അപ്പൊ 0.008 ഹോൾ റൈസ് ടു -30 എന്നുള്ളതാണ് നമ്മുടെ വാല്യൂ. 0.008 ഹോൾ റൈസ് ടു -30 ആണ് നമ്മുടെ വില. നമ്മൾ ഇതിനെ എങ്ങനെ എഴുതുമെന്നറിയോ? 1/125 ഹോൾ റൈസ് ടു -30 എന്നങ്ങ് എഴുതും. 1/125നെ എന്ത് ചെയ്യുക? പവറിൽ -30 വന്നു. ഈ നെഗറ്റീവ് മാറ്റാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? നമ്മുടെ ബേസ് വാല്യൂ എന്തോ അതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി. അപ്പൊ 1/125നെ ഞാനൊന്ന് മാറ്റിയിട്ടേ 125 എന്ന് എഴുതിക്കോട്ടെ അല്ലെ? ഈ 125ന്റെ പവറിൽ ആര് വരുന്നുണ്ട്? ഇനി -30 ഇല്ല, ഇനി 30 മാത്രമേ ഉള്ളൂ അല്ലെ? അപ്പൊ 125/30 എന്ന് പറയുന്ന ഒരു പൂർണ്ണസംഖ്യ കിട്ടി. പക്ഷെ ഓപ്ഷനകത്ത് 125/30 ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? 125നെ ഒന്ന് മാറ്റിയിട്ടെ 5ന്റെ ക്യൂബ് എന്നെഴുതാവോ? 125 എന്ന് പറയുന്നതിനെ 5ന്റെ ക്യൂബ്, അതായത് 5 × 5 × 5 ആണല്ലോ. അപ്പൊ 125നെ എങ്ങനെ എഴുതുക? 5ന്റെ ക്യൂബ് എന്നെഴുതുക, ഹോൾ റൈസ് ടു 30 എന്നെഴുതുക. നമ്മൾ ഇവിടെ മറ്റൊരു കൃത്യംഗ നിയമം ഉപയോഗിക്കുകയാണ്. അതായത് a⁻m ഹോൾ റൈസ് ടു n എന്ന് വെച്ചാൽ a⁻m × n എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു നിയമം പഠിക്കാറുണ്ടല്ലോ, കൃത്യംഗ നിയമം. ആ ഒരു നിയമം നമ്മൾ ഇവിടെ ഉപയോഗിക്കാൻ പോവാണ്. അപ്പൊ 5/3
ഹോൾ റൈസ് ടു 30 എന്നാണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 5/3 ഇൻറ്റു 30 എന്ന് ഞാൻ എഴുതട്ടെ. 5/3 ഹോൾ റൈസ് ടു 30 എന്ന് വെച്ചാൽ 5/3 ഇൻറ്റു 30. ഇതിനെ തന്നെ 5/90 എന്ന് എഴുതിയാൽ കുഴപ്പമുണ്ടോ? ഇല്ല. അപ്പൊ ഏത് രൂപത്തിൽ കിടന്ന വാല്യൂ ആണെന്ന് നിങ്ങൾ കണ്ടോ? അതൊരു ദശാംശമായിരുന്നു, അതിനെ ഭിന്നസംഖ്യ ആക്കി. ഭിന്നസംഖ്യയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? പവറിലെ നെഗറ്റീവ് കളഞ്ഞു, എന്നിട്ട് എവിടേക്ക് കൊണ്ടുവന്നു? പൂർണ്ണസംഖ്യയിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ നമുക്ക് കിട്ടിയ ആൻസർ ആണ് 5/90. അപ്പൊ നമ്മുടെ ആൻസർ ഏതാ? 5/90. തെറ്റരുത്. നല്ല ചോദ്യമാണേ. 1, 2, 3, 5 തവണ വേണമെങ്കിലും എഴുതിക്കോ. പക്ഷെ ഇതിനകത്ത് ഒരു സ്ഥലം പോലും തെറ്റരുത്. ഇത് പല രൂപത്തിൽ PSC ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? നല്ല ചോദ്യമല്ലേ? യെസ്. അതുപോലെ മറ്റൊരു ചോദ്യം, ഒരു സമചതുരത്തിന്റെ ഒരു വശം 3 മടങ്ങായി വർദ്ധിച്ചാൽ അതിന്റെ വിസ്തീർണം എത്ര ശതമാനം വർദ്ധിക്കും എന്നാണ്. ഒരു സമചതുരത്തിന്റെ ഒരു വശം 3 മടങ്ങായി വർദ്ധിച്ചാൽ അതിന്റെ വിസ്തീർണം എത്ര ശതമാനം വർദ്ധിക്കും? ഞാൻ പറയാണ്, ഒരു സമചതുരത്തിന്റെ ഒരു വശത്തെ ഞാൻ 10 സെന്റിമീറ്റർ എന്നങ്ങ് എടുക്കാൻ തീരുമാനിച്ചു. കുഴപ്പമുണ്ടോ? അപ്പൊ ഇതിന്റെ പരപ്പളവ് അഥവാ ഏരിയ എന്ന് പറയുന്നത് A² എന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേടാ? സമചതുരമാകുമ്പോ വശം ഗുണം വശം അല്ലെ? അപ്പൊ 10 ആണെങ്കിൽ 10ന്റെ സ്ക്വയർ എടുക്കുക, അതിന് നമുക്ക് 100 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ ആണല്ലോ? അപ്പൊ ഒരു വശം 10 ആണെങ്കിൽ അത് ഏരിയ 100 ആയിട്ട് മാറും. ഇനി പറയാണ് ഇതിന്റെ വിസ്തീർണം 3 മടങ്ങായി വർദ്ധിച്ചാൽ, അപ്പോ A എന്നുള്ളത് നമ്മൾ എന്താക്കി മാറ്റുകയാണ്? 3 മടങ്ങാക്കുകയാണ്. 3 മടങ്ങായി വർദ്ധിക്കുന്നു എന്ന് വെച്ചാൽ അത് എത്രയായി? 30 സെന്റിമീറ്റർ ആയില്ലേ? ഇത് തെറ്റാൻ സാധ്യതയുള്ള നല്ലൊരു ചോദ്യമാണ്, ശ്രദ്ധിച്ചോ. അപ്പൊ സ്വാഭാവികമായിട്ടും A എത്രയാവും? A² എന്ന് വെച്ചാൽ 30ന്റെ സ്ക്വയർ ആണ്. 30ന്റെ സ്ക്വയർ എന്ന് വെച്ചാൽ എത്രയാവും? 900 ആകും അല്ലെ? അപ്പൊ നമുക്ക് ഈ 900 കിട്ടുമ്പോൾ തന്നെ വളരെ സന്തോഷത്തോടു കൂടി ആർത്തലച്ചുകൊണ്ട് നൃത്തം ചവിട്ടിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ചാടിക്കേറി 900% എഴുതും. പക്ഷെ ഇത് തെറ്റാ. മനസ്സിലായോ? ഇവിടുത്തെ ആൻസർ എന്തല്ലടാ? 900 അല്ല. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അതിന്റെ വിസ്തീർണം എത്ര ശതമാനം വർദ്ധിക്കും എന്നാണ്. നിലവിൽ വിസ്തീർണം 100 ആണ്. 100ൽ നിന്ന് 900ത്തിലേക്ക് പോകുമ്പോ 900 അല്ല അവിടുത്തെ വർധനവ്. വർധനവ് എത്രയേ ഉള്ളൂ? നോക്കിക്കോണം, 800 ഉള്ളൂ. പിടികിട്ടിയോ? അപ്പൊ 100ൽ നിന്ന് വർദ്ധിച്ചു. 100ൽ നിന്ന് 900ത്തിലേക്ക് വർദ്ധിച്ചപ്പോ എത്രയാ വർദ്ധിച്ചേടാ? 800. അപ്പൊ അവിടുത്തെ ആൻസർ എന്താന്ന് വെച്ചാൽ 800% എന്നേ എഴുതാവൂ. തെറ്റരുത്. 900 എന്ന് പറയുന്ന സംഗതി തരുന്നത് തന്നെ നമ്മൾ തെറ്റിക്കാനാണ് കേട്ടോ. അപ്പൊ 100ൽ നിന്ന് 900ത്തിലേക്ക് വർദ്ധിച്ചത് എത്ര എന്നുള്ളതാണ് നമുക്ക് ആവശ്യം. അത് എത്രയാടാ? തെറ്റരുത്, 800%. സിമ്പിൾ ചോദ്യങ്ങളിൽ ഇങ്ങനെ ചെറിയ അപകടങ്ങളുണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് നമ്മൾ ജോമെട്രിയുടെ ഭാഗത്ത് 2 ഡയമെൻഷണൽ ജോമെട്രിയുടെ ഭാഗത്ത് സമചതുരം എന്ന് പറയുന്ന കാറ്റഗറി പഠിക്കുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെക്കേണ്ട ഒരു ഏരിയ ആണ്. ഇതിനകത്ത് ജോമെട്രി മാത്രമല്ല, പ്രധാനമായിട്ട് നമ്മുടെ ലോജിക്ക് വർക്കൗട്ട് ചെയ്യണം അല്ലെ? കൃത്യമായിട്ട് നമുക്കത് വർക്കൗട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചാലേ ആ സമയത്ത് ഇത് വർക്ക് ആവുള്ളൂ കേട്ടോ. പിന്നെ മാത്രമല്ല, ശതമാനം എന്ന് പറയുന്ന ആ ഒരു ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ബേസ് 10 ആയിട്ട് തന്നെ എടുത്തത്. അപ്പൊ ഇത് കൃത്യമായിട്ട് 100ലേക്ക് തന്നെ പോയി. അപ്പൊ അത് 30ലേക്ക് വന്നു കണ്ടോ? ഇത് 900ത്തിലേക്ക് എത്തി. അപ്പൊ അവിടുത്തെ വർധനവ് നമുക്ക് കൃത്യമായിട്ട് ശതമാനത്തിൽ തന്നെ കിട്ടുകയും ചെയ്യും. 100ൽ നിന്നായതുകൊണ്ട് പിന്നെ നമ്മൾ ബേസ് തപ്പി നടക്കേണ്ട കാര്യമില്ല. 100 കണക്കാക്കി തന്നെ അങ്ങ് ചെയ്താലും മതിയാകും. പിടികിട്ടിയോ? അപ്പൊ അതിനകത്ത് 3 മടങ്ങായി ആര് വർദ്ധിച്ചു? വശത്തിന്റെ നീളം വർദ്ധിച്ചപ്പോ പരപ്പളവ് എത്ര ശതമാനം വർദ്ധിച്ചു? 800% വർദ്ധിച്ചു. തെറ്റരുത് കേട്ടോ. ഇനി ഒരു ചോദ്യം കൂടെ ഉണ്ട്. 25 പദങ്ങളുള്ള ഒരു സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ തുക 400 ആയാൽ ഈ ശ്രേണിയുടെ 13ാം പദം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ, SCRT ടെക്സ്റ്റ് ബുക്കിൽ 10ാം ക്ലാസ്സിലെ 1ാമത്തെ യൂണിറ്റ് എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ചോദ്യം അതിനകത്ത് കാണാൻ പറ്റും. ഇത് റിപ്പീറ്റ് ചെയ്ത് BSc ചോദിക്കുന്നതാണ്. 25 പദങ്ങളുള്ള സമാന്തര ശ്രേണിയിലെ എല്ലാ പദങ്ങളും കൂടെ കൂട്ടുമ്പോൾ 400. അപ്പൊ 25 പദങ്ങളുടെ തുക 400. ഈ പദങ്ങളുടെ തുക അറിയാമെങ്കിൽ 13ാം പദം കണ്ടെത്താമോ? അപ്പൊ നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി. 1 മുതൽ 25 വരെയുള്ള പദങ്ങൾ എടുക്കുമ്പോൾ അതിന്റെ നേരെ മധ്യത്തിലല്ലേ 13ാം പദം വരുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. 1 മുതൽ 25 വരെയുള്ള പദങ്ങൾ എടുക്കുമ്പോൾ
നേരെ നടുവിലാണ് 13. അപ്പൊ അതിന്റെ റൈറ്റിലേക്കും 12 പദങ്ങളുണ്ട്, അതിന്റെ ലെഫ്റ്റിലേക്കും 12 പദങ്ങൾ. അപ്പൊ ഈ നടുവിലെ പദം എന്ന് വെച്ചാൽ എന്താണ് ശരിക്കും? ശരാശരി അല്ലേടാ. ഓക്കെ, ഒരു സമാന്തര ശ്രേണി എന്ന് വെച്ചാൽ അതിനകത്തുള്ള പദങ്ങൾ തമ്മിലുള്ള അകലം തുല്യമാണ്. അങ്ങനെ തുല്യമായി പോകുമ്പോൾ അതിനകത്ത് 25 പദങ്ങളുടെ തുകയിൽ നിന്ന് നടുവിലെ പദമായ 13ാം പദം കണ്ടെത്തുക എന്ന് വെച്ചാൽ അതിന്റെ ശരാശരി അല്ലേ. അപ്പൊ ആ ശരാശരി എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴാ കണ്ടെത്തുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാ കണ്ടെത്തുന്നത്? സമ്മിനെ, തുകയെ എണ്ണം കൊണ്ട് ഹരിച്ചിട്ടല്ലേ, അല്ലെ? അപ്പൊ നമ്മുടെ സം എന്ന് പറയുന്നത്, ഇവിടുത്തെ തുക എന്ന് പറയുന്നത് 400 ആണ്. ഈ 400നെ ഇവിടുത്തെ എണ്ണമായ 25 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ 25 പദങ്ങളുടെ തുകയായ 400നെ 25 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് അതിന്റെ മിഡിൽ ടേം ആയിരിക്കും, മധ്യം, അല്ലെ? ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 4 × 100 ബൈ 25 എന്ന് ചെയ്യാൻ പാടില്ലേ? ഈ 100നെ 25 കൊണ്ട് നമുക്ക് ക്യാൻസൽ ചെയ്തിട്ട് ഇവിടെ എത്ര എഴുതാം? 4. അപ്പൊ 4 × 4 16 അല്ലേ കിട്ടുന്നേടാ. കഴിഞ്ഞു കേട്ടോ. അതിന്റെ മിഡിൽ ടേം അല്ലെങ്കിൽ 13ാം പദം എന്ന് പറയുന്നത് ആരാണ്? അത് ഓർത്തോണം കേട്ടോ. ഇത്തരം ചോദ്യങ്ങളെ കരുതിയിരിക്കുക. തുക തന്നിട്ട് നമ്മളോട് ഏതെങ്കിലും ഒരു പദം കണ്ടെത്താൻ പറയുകയാണെങ്കിൽ അത് ഏകദേശം മിഡിലിൽ വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രമേ ചെയ്യാവൂ. ഒരുപാട് തവണ ഒരുപാട് പേർക്ക് അബദ്ധം പറ്റിയിട്ടുള്ള ചോദ്യമാണ്. ഒരുപാട് പേര് എന്താ ചെയ്യുക? ഒന്നുകിൽ ഇത് വിട്ടിട്ടു, അല്ലെങ്കിൽ എങ്ങനെങ്കിലും ഇതിന്റെ ആദ്യ പദവും പൊതുവ്യത്യാസവും ഒക്കെ കണ്ടുപിടിച്ചിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇതൊന്നും ചെയ്യരുത്, മണ്ടത്തരം ഒന്നും കാണിക്കരുത്. സിമ്പിൾ ചോദ്യമാണ്. ഓക്കെ, അപ്പൊ ഇത്തരം 12 ചോദ്യങ്ങൾ 12 ടോപ്പിക്കുകളിൽ നിന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ ചെയ്ത ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് മഹാഭൂരിപക്ഷവും, എനിക്ക് തോന്നുന്നു ഒരു 80% ചോദ്യങ്ങളും ഏറ്റവും പേടിയായിട്ടിരിക്കുന്ന ആൾക്കാർ പോലും ചെയ്തിട്ടുണ്ടാവും അല്ലേ. ആ രീതിയിലുള്ള ചോദ്യങ്ങൾ തന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ചോദ്യങ്ങളുടെ എല്ലാം പ്രത്യേകത മുൻകാലങ്ങളിൽ LDCയുടെ പല നിലവാരത്തിലുള്ള പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ആ ചോദ്യങ്ങളിൽ നിങ്ങളൊരു 12 ചോദ്യത്തിൽ 7 ചോദ്യങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെറിയ ആൾക്കാരല്ല എന്ന് ഉറപ്പിച്ചോ. നിങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെറിയ ആൾക്കാരല്ല. അഥവാ ചെയ്യാൻ ആർക്കെങ്കിലും പറ്റിയിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ ഈ ഒരു ക്ലാസ് കണ്ടു കഴിയുമ്പോൾ തന്നെ എന്ത് ചെയ്യുക? ഇതൊന്ന് പഠിച്ച് സെറ്റ് ആക്കിക്കോ. ഇത് പഠിച്ച് തീർത്തതിന് ശേഷം ഇനി എന്തെങ്കിലും നോക്കിയാൽ മതി കേട്ടോ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ മാത്സ് ചലഞ്ച് ഈ ഒരു വർഷത്തെ 2023 മാത്സുമായിട്ട് ബന്ധപ്പെട്ട അവസാനത്തെ ചലഞ്ചായിട്ട് ഇത് തന്നെ ഇരുന്നോട്ടെ. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്ത് കൂടുതൽ ചലഞ്ചുമായിട്ട്, ന്യൂ ഇയർ ചലഞ്ചുമായിട്ട്, അല്ലെങ്കിൽ പുതുവർഷത്തിലെ ധാരാളം ചലഞ്ചസുമായിട്ട് ഞങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. ഈ ചലഞ്ചുകളെല്ലാം നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ഈ ചലഞ്ചിനൊപ്പം നിങ്ങളുടെ ജീവിതത്തിലെ വലിയ ചലഞ്ചും കൂടെ നേടിയെടുക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. 2024 നിങ്ങളുടെ വർഷമാണ്. ധാരാളം നോട്ടിഫിക്കേഷൻസ് ഉണ്ട്, എല്ലാ നിലവാരത്തിലുള്ളതും കേട്ടോ. 7ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ മുതൽ ഡിഗ്രി ക്വാളിഫിക്കേഷൻ വരെയുള്ള വളരെ വിപുലമായ നോട്ടിഫിക്കേഷൻസ് ആണ് നമ്മുടെ മുന്നിലുള്ളത്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക? ധൈര്യമായി മുന്നേറിക്കോളൂ, ധൈര്യമായി പഠിച്ചോളൂ. ഈ വർഷം നിങ്ങളുടേതാണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. അപ്പൊ കണക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു പേടിയും വേണ്ട, പേടിയില്ലാതെ കൂളായിട്ട് പഠിക്കുക. കണക്കില്ലാതെ ഒരു പരീക്ഷ നമുക്കിനി വിജയിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പൊ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.